ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഞാൻ സ്വാഗതം ചെയ്യാണ്. ആരെങ്കിലും ടീമിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവരെ വിളിച്ച് പെട്ടെന്ന് തന്നെ ഈ മീറ്റിംഗിലേക്ക് കണക്ട് ചെയ്യുക. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് വിനോദ്, കണ്ണൂരാണ് സ്വദേശം. വളരെ പാഷനേറ്റ് ആയിട്ട് ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ സെഷൻ എന്ന് പറഞ്ഞാൽ അത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും. എല്ലാവരും വെറും കൈയോടെ ഇരിക്കരുത്. ഒരു പേനയും പേപ്പറും അല്ലെങ്കിൽ നോട്ട്ബുക്കും ഒക്കെ ആയിട്ട് ഇരിക്കുക. കാരണം ഒരുപാട് കാര്യങ്ങൾ നോട്ട് ചെയ്യാനുണ്ടാവും. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് ഈ സെഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ്. അതുകൂടാതെ ഒരു വെൽനസ് സർട്ടിഫൈഡ് ട്രെയിനർ കൂടിയാണ്. 8-ൽ കൂടുതൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനർ കൂടിയായിട്ടുള്ള സാമുവൽ കെ ജോർജ് സാറാണ്. അദ്ദേഹം ഗോൾഡ് ഡയറക്ടറാണ്. ഇന്ന് വളരെ പാഷനേറ്റ് ആയിട്ട് നമ്മുടെ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും അത്രയും അറിവുള്ള ഒരു മഹത് വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ നോളജ് എന്ന് പറഞ്ഞത് നമുക്ക് ഡെലിവറി ചെയ്യുന്നത് അത്രയും നമ്മുടെ ബിസിനസ്സും അതുപോലെ നമ്മുടെ ലൈഫിലും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മുടെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ടീമിൽ ആരെങ്കിലും സപ്ലിമെന്റ് കഴിക്കാൻ വേണ്ടിയിട്ട് മടി കാണിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ടീമിൽ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അവരെ വിളിക്കുക. ഈ ഒരു പ്രോഗ്രാമിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ തന്നെ അവരൊക്കെ സപ്ലിമെന്റ് വാങ്ങി കഴിക്കുന്ന ആളായി മാറുന്നുണ്ടാവും. അതുകൊണ്ട് അധികം താമസിപ്പിക്കാതെ നിങ്ങൾ ഏവരുടെയും അനുഭവത്തോടുകൂടി ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ് നമ്മുടെ വെൽനസ് ട്രെയിനർ ആയിട്ടുള്ള സാമുവൽ കെ ജോർജ് സാറിനെ, ഗോൾഡ് ഡയറക്ടർ ആയിട്ടുള്ള സാമുവൽ കെ ജോർജ് സാറിനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ്. പ്ലീസ് വെൽക്കം സാർ. വെൽക്കം സാർ. Okay, thank you, Vinod sir, thank you. Good morning all. ആദ്യമായിട്ട് എന്നെ വളരെ നന്നായിട്ട് വിനോദ് സാർ പരിചയപ്പെടുത്തി. നന്ദി, വളരെ നന്ദി. പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓഡിബിളല്ലേ? കേൾക്കുന്നില്ലേ? കേൾക്കാം സാർ. കാണാമല്ലോ അല്ലേ? കേൾക്കാം, കാണാം. യെസ് കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ വിന്നിംഗ് ടീം പ്ലസ് എല്ലാ ലീഡേഴ്സിനും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി അർപ്പിക്കുന്നു. എനിക്ക് ഇത്തരത്തിലുള്ള അവസരം തന്നതിന് വളരെയധികം നന്ദി പറയുന്നു. കൂടാതെ ബ്ലസ്സിന്റെ ഓരോ ലീഡേഴ്സിനോടും, കൂടാതെ എൻ്റെ LOSിലുള്ള, അതായത് നമ്മുടെ ജ്യോതി സാറ് DUCD, ഭാസ്കർ സാറ് UCD, ഡോക്ടർ ബാലസുബ്രഹ്മണ്യം UCD, പിന്നെ സുരേഷ് ആൻഡ് ഷിതാമ, സുരേഷ് സാറും ഷിതാമ ക്രൗൺ, അതുപോലെ എൻ്റെ സുഹൃത്തും എൻ്റെ അപ്ലൈൻ ക്രൗണുമായ ഷാജി തിരുവങ്ങാട്, കൂടാതെ LOസിൽ വരുന്ന എല്ലാവർക്കും മിസ്റ്റർ തൻസീർ, ഷംഷീർ, മുഹമ്മദ് ഷംഷീർ, അദ്ദേഹമാണ് നമ്മുടെ തലശ്ശേരി DLCPയുടെ ഓണർ. അതുപോലെ നോർത്ത് കേരളയിലെ യങ് ആയിട്ടുള്ള ഡയമണ്ട് ജസീൽ, ഇവരെല്ലാവരുമാണ് എൻ്റെ LOസിൽ വരുന്നത്. എൻ്റെ ലീഡേഴ്സിന് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഈ ഒരു അവസരം എനിക്ക് തന്നതുകൊണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു 5 മാസമായിട്ട് ബിസിനസ്സിൽ ഇല്ലാണ്ട് നിൽക്കുകയായിരുന്നു. ബിസിനസ് വളരെ പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ എനിക്ക് ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ചു പോയി. അതുകൊണ്ട് തന്നെ ഒന്ന് വീട്ടിൽ റെസ്റ്റ് എടുക്കേണ്ടി വന്നു. അപ്പോൾ ഒരു 5 മാസമായിട്ട്, ജൂൺ മുതൽ ഇങ്ങോട്ടേക്ക് ഒരു 5 മാസമായിട്ട്, അതുകൊണ്ട് ഞാൻ ഒരു 5 മാസമായിട്ട് ഫംഗ്ഷൻസിലൊന്നും അധികം എന്നെ കാണാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എല്ലാവരും എൻ്റെ സിറ്റുവേഷൻ റീസൺ ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരെ വിഷയത്തിലേക്ക് പോവാം. എന്നോട് ഒരു 1.5 മണിക്കൂർ എടുത്തോളാനാണ് എനിക്ക് കിട്ടിയ അഡ്വൈസ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല. ഞാൻ ഇന്ന് നിങ്ങൾ സപ്ലിമെന്റ്സ്, പ്രോഡക്ട്സിനെ കുറിച്ചാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഞാൻ പ്രോഡക്ട്സ് ഒന്നും പറയുന്നില്ല. കാരണം പ്രോഡക്ട്സിനെ കുറിച്ച് പറയാൻ വേണ്ടി എക്സ്പെർട്ടൈസ് ചെയ്ത് നല്ല മിടുമിടുക്കന്മാരായിട്ടുള്ള ലീഡേഴ്സ് നമുക്കുണ്ട് അല്ലേ? കേരളത്തിലെ വളരെയധികം യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ട് നമുക്ക്. അപ്പൊ അവർ വളരെ മനോഹരമായിട്ട് അത് അവതരിപ്പിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ മീറ്റിങ്ങിന് കയറാറുണ്ട്, ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എല്ലാവരും വളരെ മനോഹരമായിട്ട് എടുക്കുന്നവരാണ്. പക്ഷെ ഞാൻ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പറഞ്ഞ പോലെ തന്നെ അവെയർ ഓഫ് സപ്ലിമെന്റ്സ് അതാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഈസ് ഇറ്റ് റിയലി
നീഡഡ് അല്ലെ? ഈസ് ഇറ്റ് റിയലി നീഡഡ്? അപ്പം ഈ സപ്ലിമെന്റ്സ് ആക്ച്വലി നമുക്ക് ആവശ്യമുണ്ടോ? ഇന്നാളെ നമുക്ക് അറിയാം, യൂട്യൂബിലേക്കൊക്കെ ഒന്ന് കയറി നോക്കിയാൽ ഡോക്ടർമാർ തമ്മിൽ തെല്ലുന്ന ഒരു കാലമാണ് അല്ലേ? ഡോക്ടർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തെല്ലുന്നു. ഇപ്പോഴാണെങ്കിൽ വേറൊരു ബ്രാൻഡിന്റെ പ്രോഡക്ട്സിന്റെ പ്രശ്നങ്ങൾ, എന്തൊക്കെയോ പല പല പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ ഉണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും ശരിയായ രീതിയിൽ ഈ പ്രോഡക്ട്സിനെ കുറിച്ച്, നമ്മുടെ സപ്ലിമെന്റ്സിനെ കുറിച്ച് വ്യക്തത ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കമ്പനി നമുക്ക് ധാരാളം ട്രെയിനിങ്സ് തരുന്നുണ്ട്. കൂടാതെ നമ്മുടെ വിന്നിംഗ് ടീം എന്ന നമ്മുടെ സപ്പോർട്ടിങ് മനോഹരമായ ഓർഗനൈസേഷൻ, ഞാൻ വലിയ ഇന്റർനാഷണൽ ഓർഗനൈസേഷനൊക്കെ മെമ്പറായിട്ട് ഇരുന്നിട്ടുള്ള ആളാണ്. എന്നിരുന്നാലും വിന്നിംഗ് ടീമിന്റെ ആ ഒരു ലാളിത്യം, അതിന്റെ സ്റ്റാൻഡേർഡും, അത് സത്യത്തിൽ ഞാൻ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഗ്രൂപ്പിലൊക്കെ ഞാൻ മെമ്പറായിട്ട് ഇരുന്നിട്ടുള്ള ആളാണ്. പക്ഷെ എത്ര ലളിതമായി ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ട്രെയിൻ ചെയ്യുന്ന ഇത്രയും മഹത്തരമായ ഒരു ഓർഗനൈസേഷൻ മെമ്പർ ആയിരിക്കുക എന്നുള്ളത് തന്നെ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ? ഓക്കെ, ഞാൻ സപ്ലിമെന്റിനെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ പിന്നെ എന്താണ് കേൾക്കുന്നില്ല? മുംതാസ് പറയുന്നത് കേൾക്കുന്നില്ല എന്ന്. സാറേ അതൊന്ന് നോക്കണേ, എന്താ സംഭവിച്ചതെന്ന്. അപ്പോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോ പിന്നെ നമ്മള് എന്താണ് സപ്ലിമെന്റ് അല്ലെങ്കിൽ ഈ പ്രോഡക്ട്സ്, ഓക്കെ, താങ്ക് യു മാഡം. അപ്പോ നമ്മൾ ഈ പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ വേണ്ടി ഞാനൊരു താളത്തിലേക്ക് പറഞ്ഞ തരാം കേട്ടോ. അതുകൊണ്ട് എടുത്തടിച്ച് തുടങ്ങേണ്ട വെച്ചിട്ട് കുറച്ച് ഗ്രാജുവലി ഡെവലപ്പ് ആണെന്ന് ചോദിച്ചിട്ടാണ്. അത് വരുന്നതിന് മുമ്പ് ഞാൻ രാവിലെ നമ്മുടെ ബാലസുബ്രഹ്മണ്യം സാറിന്റെ അപ്രൂവൽ എടുത്തിരുന്നു. എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണം. അതൊന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ചെയ്യാൻ തുടങ്ങിയത് എന്താ, ആരംഭിച്ചു കഴിഞ്ഞാൽ 50% എന്ന് പറഞ്ഞ പോലെ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഏതാണ്ട് ഒരു 50% ഓക്കെ ആവും ഇല്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ഒന്ന് പറയാം. ഞാൻ മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ വന്ന ആളാണ്. എനിക്കിപ്പോൾ 62 വയസ്സുണ്ട്, 63ാമത്തെ വയസ്സാണ് എനിക്ക്. മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന, അതായത് മെഡിക്കൽ ഷോപ്പ്, ക്ലിനിക്ക്, ഡോക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ട് ഡോക്ടേഴ്സിനെ വെച്ചിട്ടുള്ള ക്ലിനിക്ക്, ലബോറട്ടറി, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാം റൺ ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. അതായത് എനിക്കൊരു 30 വയസ്സാകുന്ന സമയത്ത്, എന്ന് വെച്ചാൽ ഏതാണ്ട് 32 വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായി. ബോഡി മുഴുവനുമായിട്ട് പെയിൻ, ബോഡി കംപ്ലീറ്റ് പെയിൻ. സന്ധ്യാസമയം ആയിക്കഴിഞ്ഞാൽ പെയിൻ അങ്ങോട്ട് അധികരിക്കും. വളരെ ശക്തമായ പെയിനാണ് ബോഡിയിൽ. കൂടാതെ കിഡ്നി സ്റ്റോൺ, അടിക്കടി കിഡ്നി സ്റ്റോൺ ഉണ്ടാകുക. ഒരു കൊല്ലത്തിൽ 2 തവണ 3 തവണയോ കിഡ്നി സ്റ്റോൺ ഉണ്ടാകുക. അന്ന് മംഗലാപുരത്ത് ഹോസ്പിറ്റൽസ് കുറവാണ്, കണ്ണൂർ ഹോസ്പിറ്റൽസ് കുറവാണ്. ഞാൻ കണ്ണൂരിലെ ഓൾമോസ്റ്റ് ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആയി. അപ്പം കാര്യമായിട്ട് അവർ കുറെ അഡ്വൈസ്, എൻ്റെ കൂട്ടത്തിൽ തന്നെ 10ഓളം ഡോക്ടേഴ്സ് ഉണ്ട്. സ്ഥിരമായിട്ട് ഞാൻ സാലറി കൊടുക്കുന്ന 3 ഡോക്ടേഴ്സ്, കൂടാണ്ട് 7 ഡോക്ടേഴ്സ് വിസിറ്റിംഗ് ഡോക്ടേഴ്സാണ്. അങ്ങനെ ഇവരെല്ലാവരും നോക്കി അവർ കൈ ഒഴിഞ്ഞു. കൂടാതെ കണ്ണൂർ ടൗണിലുള്ള എല്ലാ ഹോസ്പിറ്റൽസിലും പോയി, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി, അവിടുന്ന് ഞാൻ മംഗലാപുരത്തേക്ക് പോയി. ഇവിടെ എല്ലാം മാസങ്ങളോ അല്ലെങ്കിൽ ആഴ്ചകളോ അഡ്മിറ്റ് ആയിട്ടാണ് അവിടുന്ന് നമ്മൾ ഡിസ്ചാർജ് ആയിട്ട് വരിക. ഒരിടത്തൊന്നും ഇപ്പം മംഗലാപുരത്തെത്തി, മംഗലാപുരത്ത് നിന്ന് കസ്തൂർബ മെഡിക്കൽ കോളേജ് ഇല്ല. പുതിയ മെഡിക്കൽ കോളേജുകളൊന്നും മംഗലാപുരത്തില്ല. പഴയ കുറച്ച് ഹോസ്പിറ്റൽസ് മാത്രമേ ഉള്ളൂ. അവിടെ എല്ലാം കണ്ടു, മാസങ്ങളോളം അവിടെ ട്രീറ്റ്മെന്റ് എടുത്തു, ശരിയായില്ല. അവസാനം മണിപ്പാലിലെത്തി. അന്ന് മണിപ്പാലിൽ എന്ന ഏതെങ്കിലും ഒരു ഡോക്ടർ മണിപ്പാലിലേക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ കാര്യം പോക്കാണെന്നാണ് അന്നത്തെ പൊതുധാരണ. കാരണം 32 വർഷത്തോളം മുമ്പാണ്, 30-32 വർഷം. അന്ന് മണിപ്പാലിലേക്ക് റെക്കമെൻഡ്, എന്നാ ഇനി അവന്റെ കാര്യം ആലോചിക്കാനൊന്നുമില്ല, അല്ലെങ്കിൽ വെല്ലൂരേക്ക് റെക്കമെൻഡ് ചെയ്താൽ ഇനി അവന്റെ കാര്യം ഒന്നും ആലോചിക്കണ്ട എന്നുള്ള ഒരു പൊതുധാരണ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് അത് അന്ന്. അങ്ങനെ ഞാൻ മണിപ്പാലിലെത്തി, മാസങ്ങൾ ട്രീറ്റ്മെന്റ് എടുത്തു, വർഷങ്ങൾ ട്രീറ്റ്മെന്റ് എടുത്തു. എന്താണ് പ്രശ്നം എന്ന് ആർക്കും അറിയില്ല. എന്താണ് പ്രശ്നം എന്നറിയില്ല. ഞാൻ 6 വർഷം ട്രീറ്റ്മെന്റ് എടുത്തു. 6 വർഷം ട്രീറ്റ്മെന്റ് എടുത്തതിൽ ഈ കിഡ്നി സ്റ്റോൺ അടിക്കടി ഉണ്ടാകുന്നത് കൊണ്ട്, അല്ലെങ്കിൽ യൂറിൻ കിഡ്നി സ്റ്റോൺ എന്ന് പറഞ്ഞാൽ അറിയാലോ, എല്ലാവർക്കും അറിയാലോ അല്ലെ, മൂത്രത്തിൽ കല്ലെന്ന് പറയും. അപ്പൊ ഇത് അടിക്കടി ഉണ്ടാകുന്നത് കൊണ്ട് ഡോക്ടേഴ്സ് എന്നെ അഡ്വൈസ് ചെയ്തു, നിങ്ങൾ കാൽസ്യം അടങ്ങുന്ന ഉൽപ്പന്നങ്ങൾ ഒന്നും കഴിക്കാൻ പാടില്ല. വിനോദ് സാർ 2 മാസം മുമ്പ് എന്നോട് പറഞ്ഞതാണ് അല്ലേ, അനുജനോട് ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്നതാണ്. ഇപ്പോഴും അത് 32 വർഷത്തിന് ശേഷമാണ് ഈ കഥ പറയുന്നത്. ഇന്നും കിട്ടുന്ന അഡ്വൈസ് അതാണ്. ഓക്കെ, അപ്പൊ കാൽസ്യം അടങ്ങുന്ന ഭക്ഷണം, ഞാൻ മെഡിക്കൽ ഷോപ്പും ക്ലിനിക്കും ലാബും കൂട്ടുകാരൊക്കെ ഡോക്ടേഴ്സും ഒക്കെ ആയതുകൊണ്ട് ഇവരുടെ ഈ അഡ്വൈസ് ഞാൻ എന്താ ഒരു വള്ളി പുള്ളി തെറ്റാണ്ട് എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനം 6 വർഷത്തെ ചികിത്സ കഴിഞ്ഞ്
എന്നെ മംഗലാപുരത്ത് നിന്ന് മണിപ്പാലിൽ നിന്ന് ട്രീറ്റ്മെന്റ് ഇനിയൊന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു വിട്ടു. ഞാൻ ഇവിടെ ധനലക്ഷ്മി ഹോസ്പിറ്റലിൽ, അശോക ഹോസ്പിറ്റൽ, ആശീർവാദ് ഹോസ്പിറ്റൽ, ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ അഡ്മിറ്റ് ആയി. ഞാനൊരു ബ്രാൻഡിനെയോ ഒരു ഹോസ്പിറ്റലിനെ ബ്ലെയിം ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, എന്റെ ജീവിത കഥയാണ് പറയുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഭർത്തിയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്രോഡക്റ്റിനെ കുറിച്ച് വീണ്ടും വീണ്ടും നമ്മൾ പറയുന്നേക്കാളും ബെറ്റർ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ തിരിച്ച് നാട്ടിൽ വന്നു. എന്റെ കണ്ണിന്റെ കാഴ്ച ഏതാണ്ട് 90% പോയി. ചെവിയുടെ കേൾവി ഏതാണ്ട് 80% പോയി. ആ ചെവിയിൽ മുഴക്കം മാത്രമേ ഉള്ളൂ, കണ്ണിൽ റെഡ് കളർ മാത്രമേ കാണൂ. ആ ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ എത്തി. എന്റെ ബോഡി വെയിറ്റ് അഭൂതപൂർവമായിട്ട് ബോഡി വെയിറ്റ് അങ്ങ് താഴ്ന്നു. എന്നെ കണ്ടു കഴിഞ്ഞാൽ 32 വയസ്സുള്ള എന്നെ കണ്ടാൽ, അല്ലെങ്കിൽ 30 വയസ്സുള്ള എന്നെ കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 90 വയസ്സ് പ്രായം തോന്നുന്ന ലെവലിലേക്ക് എന്റെ ശരീരത്തിന്റെ അപ്പിയറൻസ് മാറി. ഈ അവസ്ഥയിൽ ഇങ്ങനെ മരണാസന്നനായി ഞാൻ ഇരിക്കുമ്പോഴാണ് ആദ്യമായി ഞാനൊരു വെൽനസ് എക്സ്പെർട്ടിനെ പരിചയപ്പെടുന്നത്. സത്യത്തിൽ ഞാൻ പരിചയപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരു കളവാണത്. എന്റെ വൈഫും എന്റെ ബ്രദറിലോ പരിചയപ്പെട്ടു. കാരണം എനിക്ക് കണ്ണിനും കാഴ്ച കുറവാണ്, ചെവിക്ക് കേൾവിയും കുറവാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് അവർ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് അവരിങ്ങനെ ആരോ കാണാൻ വന്നിട്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരാൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ സുഹൃത്തുക്കൾ കൂട്ടിക്കൊണ്ട് വന്നു. കൂടെ എന്റെ ബ്രദറിലോയെ അറിയിച്ച് ബ്രദറിലോയും വന്നു. അങ്ങനെ അവരാണ് സംസാരിച്ചത്. ഞാൻ അവർ സംസാരിക്കുന്നത് പോലും കേട്ടില്ല. എനിക്ക് ആ ദിവസങ്ങളിൽ ആ കാലഘട്ടത്തിൽ വൈകുന്നേരം ഒരു 3:30-4 മണിയായി കഴിഞ്ഞാൽ എനിക്ക് ഭയമാണ്. കാരണം സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ഭയങ്കര അതിശക്തമായ പറഞ്ഞേക്കാൻ പറ്റാത്ത പെയിനാണ് ബോഡിയിൽ. അപ്പം ആയുർവേദം നോക്കി, അലോപ്പതിയിലൊന്ന് കൂടുതൽ അലോപ്പതി നോക്കാനുള്ള കാരണം അലോപ്പതി എന്നല്ല പറയേണ്ടത്, മോഡേൺ മെഡിസിൻ തന്നെ പറയണം. മോഡേൺ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറഞ്ഞാലും അത് ശരിയാവുള്ളൂ. അലോപ്പതി തെറ്റാണ്. ഓക്കെ, അത് നമുക്ക് പിന്നീട് പറയാം. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു വെൽനസ് എക്സ്പെർട്ട് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് വരുന്നത്. അതുകൊണ്ട് 1999-2000 കാലഘട്ടത്തിൽ. അങ്ങനെ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ടാണ് പറഞ്ഞത്, സാർ നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾക്ക് എൻ്റെ അസുഖം എന്താണെന്ന് അന്ന് വരെ ആർക്കും അറിയില്ല. ഏതാണ്ട് 6 വർഷത്തോളം ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തു. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നു, 6 വർഷം ചികിത്സിച്ചിട്ടും ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യങ്ങൾക്ക് പുള്ളി തെറ്റാണ് ഞാൻ ഡോക്ടേഴ്സിനെ ഫോളോ ചെയ്തിട്ടും, എന്റെ ഭക്ഷണക്രമത്തിലൊക്കെ 100% ഞാൻ അവരെ ഫോളോ ചെയ്തിട്ടും എന്റെ രോഗത്തിന് കൂടുതലല്ലാതെ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അതെന്നെ വല്ലാതെ അതിശയിപ്പിച്ച ഒരു കാര്യമാണ്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം മെഡിക്കൽ ഷോപ്പിൽ മരുന്നുകൾ ആവശ്യം പോലെ എവിടെ നിന്ന് വേണമെങ്കിലും കൊണ്ടുവരാം. നമ്മൾ വിളിച്ചു പറഞ്ഞാൽ മരുന്നുകൾ അയച്ചു തരും. ഡോക്ടേഴ്സിന്റെ അഡ്വൈസ്, ഇവിടുത്തെ ഡോക്ടേഴ്സിന്റെ കൂടെയുള്ള ഡോക്ടേഴ്സ്, കണ്ണൂരുണ്ടായിരുന്ന മുഹമ്മദ് ഡോക്ടർക്ക് എന്റെ ക്ലിനിക്കിലെ സ്റ്റാഫായിരുന്നു, KP മുഹമ്മദ് കുഞ്ഞി പറഞ്ഞിട്ട്. അവരൊക്കെ ആ ഡോക്ടർക്ക് മോസ്റ്റ് സീനിയർ ആയിരിക്കും. പുള്ളി ഇപ്പൊ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള അഡ്വൈസ് ഒക്കെ കിട്ടി കഴിഞ്ഞിരുന്ന ഞാൻ അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കസേരയിൽ എനിക്ക് നേരിട്ട് ഇരിക്കാൻ പറ്റില്ല. എന്റെ ഈ നോർത്ത് കേരളയിലുള്ള ആൾക്കാർ ഈ കഥ കേട്ടിട്ട് ബോറടിക്കുന്നുണ്ടാവും കേട്ടോ. അവർ കഥ കുറെ കേട്ടതാ. അതുകൊണ്ട് അവരെല്ലാം എന്നോട് ക്ഷമിക്കണം. ഇത് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കട്ടെ എന്ന് വെച്ച് പറഞ്ഞതാണ്. നോർത്ത് കേരള എസ്പെഷ്യലി തലശ്ശേരി DLCPയിൽ ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്യുന്നവർ എന്റെ കഥ കേട്ട് ബോറടിക്കുന്നുണ്ടാവും. ക്ഷമിക്കുക, അല്ലാണ്ട് നിവൃത്തിയില്ല, എനിക്കിത് പറഞ്ഞേ പറ്റൂ. കാരണം ഇത് നമ്മുടെ അറിവില്ലായ്മയാണ് ഈ വെൽനസ് എന്ന കൺസെപ്റ്റിനോടും സപ്ലിമെന്റേഷൻ എന്നുള്ള ഒരു രീതിയോടും നമ്മൾ അകൽച്ച പാലിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ വെൽനസ് എക്സ്പെർട്ട്. വെൽനസ് എന്നുള്ള വേർഡ് തന്നെ അന്ന് കേട്ടിട്ടില്ല. വെൽനസ് എന്താണെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു വേർഡ് ഞാൻ കേട്ടിട്ടില്ല. ആ പൊതുസമൂഹത്തിനും അറിയില്ല, ഡോക്ടേഴ്സിനും അറിയില്ല, ക്ലിനിക്കിലുള്ള ആർക്കും വെൽനസ് എന്ന് പറഞ്ഞാൽ അറിയില്ല, സപ്ലിമെന്റേഷൻ അറിയില്ല. അദ്ദേഹം കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലെ ഒരു പ്രൊഫസറായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ലെക്ചറായിരുന്നു. അദ്ദേഹം അതിന്റെ കൂട്ടത്തിൽ ഈ ഒരു വിഷയത്തിലുള്ള താല്പര്യം കൊണ്ട് പുള്ളി നമ്മുടെ നാടിന്, ഇന്ത്യക്ക് പുറത്തുനിന്ന് ട്രെയിനിങ് എടുത്തിട്ട് കോഴ്സ് പാസ്സായി ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യുന്ന ആൾ. പുള്ളി ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്ന് പറയുന്നത് ഈ കോളേജിലെ ലെക്ചറാണ്. പുള്ളി ചെയ്യുന്ന പ്രൊഫഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഈ വെൽനസ് എക്സ്പെർട്ട്, വെൽനസ് എന്നുള്ള മേഖലയിൽ പുള്ളി വർക്ക് ചെയ്യുന്നു. അന്ന് വെൽനസ് ഒന്നും എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. ഓക്കെ, അപ്പം അദ്ദേഹം എന്നോട് പറയുന്നു, സാർ, അപ്പം ഇത്രയും വർഷം നിങ്ങൾ ഭക്ഷണക്രമത്തിൽ ചെയ്ത് റോങ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് കിട്ടിയിരുന്നത്, റോങ് ആയിട്ടുള്ള ഡിസിഷനാണ് നിങ്ങൾ എടുത്തിരുന്നത്, റോങ് ആയിട്ടുള്ള വേയിലാണ് നിങ്ങൾ പോയിരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചാൽ ഞാനല്ല, എന്റെ അളിയൻ ചോദിച്ചു. ഞാൻ പിന്നീട് അത് ചോദിച്ചത്. പിന്നീട് എന്റെ ചെവിയൊക്കെ ശരിയായതിനു ശേഷം അവരെന്നെ കാണാൻ വന്നു. എന്റെ ചെവിക്കൊന്നും കുഴപ്പമില്ലല്ലേ? എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ശബ്ദം നല്ലതാക്കില്ല. എനിക്ക് ശബ്ദം തീരെ ഇല്ലാണ്ടായിരുന്നു. എന്റെ ശബ്ദം ഒട്ടും ഇല്ലാതെ ഉള്ള സിറ്റുവേഷനിലേക്ക് ഞാൻ എത്തി. ചെവിയുടെ കേൾവി ഈ പറഞ്ഞ പോലെയായി, കാഴ്ച അങ്ങനെയായി. ഞാൻ വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് സംസാരിച്ചാൽ മാത്രമേ
എൻ്റെ വോയിസ് പുറത്തു വരുവുള്ളായിരുന്നു. ആ രീതിയിലേക്ക് എൻ്റെ ബോഡി പോയി. മുടി കംപ്ലീറ്റ് കൊഴിഞ്ഞു പോയി. പിന്നെ എൻ്റെ ശരീരം മെലിഞ്ഞിട്ട് അസ്ഥി മാത്രമായി. താടി രോമങ്ങൾ മാത്രം നിലനിന്നു. മുടി കംപ്ലീറ്റ്, മുടി ഈ ഐബ്രോ അല്ലാത്ത എല്ലാം കൊഴിഞ്ഞു പോയി. ആ ഒരു ലെവലിലേക്ക് ശരീരം എൻ്റയർലി എന്നെ കണ്ട ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മാറിപ്പോയി ഞാൻ. ആ ഒരു സിറ്റുവേഷനിൽ ഇവർ വന്നിട്ട് പറയുന്നു, സാർ നിങ്ങൾക്ക് പിടിപെട്ട രോഗത്തിന്റെ പേരാണ് ഓസ്റ്റിയോപൊറോസിസ്. ഇപ്പൊ എല്ലാവർക്കും അറിയാം അല്ലേ? അന്ന് ആർക്കും അറിയില്ല, ഡോക്ടേഴ്സിനും വരെ അറിയില്ല ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞ ഒരു രോഗം ഉണ്ടെന്നോ, ഓസ്റ്റിയോപൊറോസിസ് ഇത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇത്രമാത്രം പ്രശ്നം ഉണ്ടാക്കുന്നു. ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞാൽ വന്നാൽ തന്നെ പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞേ ഓസ്റ്റിയോപൊറോസിസ് ഒന്നുമല്ല. ഓസ്റ്റിയോപൊറോസിസ് ആണെങ്കിൽ നിങ്ങളെ പല്ലിനുള്ള പ്രശ്നമേ ഉണ്ടാവുള്ളൂ, നിങ്ങൾക്ക് എല്ലിനുള്ള പ്രശ്നം. എല്ലിന്റെ പ്രശ്നം നമുക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല. നിങ്ങൾക്ക് പല്ലിന് പ്രശ്നം ഉണ്ടാകും. മറ്റിങ്ങനെ എനിക്ക് വന്ന പ്രശ്നമൊന്നും ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകാറില്ല എന്നാണ് പിന്നീട് എനിക്ക് മോഡേൺ മെഡിക്കൽ എക്സ്പെർട്ടുകളുടെ അഡ്വൈസ് കിട്ടിയത്. ഓക്കെ, അപ്പൊ മരണം കാത്തു കഴിയുന്നതായതുകൊണ്ട് ഞാൻ ഈ വെൽനസിന്റെ അദ്ദേഹം പറഞ്ഞ ആ സ്പെഷ്യൽ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ അഡ്വൈസ് എടുത്തു. അപ്പം എൻ്റെ ക്ലിനിക്കിലെ ഡോക്ടേഴ്സ് പറഞ്ഞു, പിന്നെ ഇങ്ങനെയുള്ള ഒന്നും പറഞ്ഞിട്ടൊന്നും ആ വഴിക്കൊന്നും നിങ്ങൾ പോകാൻ പാടില്ല, എന്നെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യം. അപ്പൊ എനിക്ക് സമയം ലാസ്റ്റ് ഡേറ്റ് ഒക്കെ നിശ്ചയിച്ചു. കാര്യങ്ങളൊന്നും ഇനി അധികം മുന്നോട്ട് പോകാൻ സാധ്യതയില്ല, ചുരുങ്ങിയ ദിവസങ്ങളെ ഉണ്ടാവും. അപ്പൊ 1 മാസം വരെ അവർ ടൈം എനിക്ക് തന്നിട്ടില്ല. അപ്പൊ പിന്നെ എന്തായാലും കാര്യത്തിൽ തീരുമാനമായി. അപ്പൊ പിന്നെ ഞാൻ എന്താ ഇതൊന്നും നോക്കിക്കളയാമെന്ന് കരുതി 25,000 സപ്ലിമെന്റ്സ് ആണ് ഞാൻ ആദ്യം വാങ്ങിയത്. ആരും എന്നെ സപ്പോർട്ട് ചെയ്തില്ല. ഒരാൾ എന്റെ വൈഫ് ഫാർമസിസ്റ്റ് ആണ്, മെഡിക്കൽ ഷോപ്പ് ഇൻചാർജ് അവൾക്കായിരുന്നു. അവർ കൂടുതലുള്ള ഡോക്ടേഴ്സ് സപ്പോർട്ട് ചെയ്തില്ല, വൈഫ് സപ്പോർട്ട് ചെയ്തില്ല, ആരും സപ്പോർട്ട് ചെയ്യില്ല, സുഹൃത്തുക്കൾ സപ്പോർട്ട്, ആരുമില്ല. ഞാൻ മാത്രം ഡിസിഷൻ. അപ്പം പല കുറി പറഞ്ഞ് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് എൻ്റെ ബ്രദറിലോ എനിക്കിത് മനസ്സിലാക്കി തന്നു. ഞാൻ പറഞ്ഞു സാധനം എനിക്ക് വേണം, ഞാൻ ഒന്ന് നോക്കാം. അങ്ങനെ വാങ്ങി കഴിച്ചു. ഞാൻ 38 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ചെവി ചെറുതായിട്ടൊന്ന് കേൾക്കാൻ തുടങ്ങി. 38 ദിവസം കഴിക്കുമ്പോൾ 38 ദിവസം വരെ ഒരു റിസൾട്ടും ഉണ്ടായിരുന്നില്ല. 38 ദിവസം കഴിഞ്ഞപ്പം എൻ്റെ വൈഫിനോട്, എൻ്റെ വൈഫ് എൻ്റെ കുഞ്ഞുമോനോട്, എൻ്റെ മകനോട് അടങ്ങി നിൽക്കടാന്ന് പറയുന്ന ഒരു വേർഡാണ് ഞാൻ ആദ്യം കേട്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 8 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് ശരിയായി. ഓർക്കണം, സപ്ലിമെന്റ് എടുക്കുമ്പോൾ നമ്മളുടെ കൂട്ടത്തിൽ ആരെങ്കിലും, നമ്മുടെ ക്ലയൻസോ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സോ നമ്മുടെ ഫ്രണ്ട്സോ ആരെങ്കിലും സപ്ലിമെന്റ് എടുക്കുമ്പോൾ ഞാൻ 1 മാസം കഴിച്ചു, എനിക്ക് റിസൾട്ട് ഇല്ല, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ മാസം കഴിച്ചിട്ടുണ്ട്, ഇപ്പോൾ എനിക്ക് റിസൾട്ട് വന്നിട്ടില്ല, ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നവർക്കുള്ള ഒരു മറുപടിയാണ്, ചോദ്യം കിട്ടാതെ ഞാൻ മറുപടി പറയുക ചെയ്തത്. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഈ പറയുന്നതിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വൃത്തിയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരാൾക്ക് നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഹാപ്പി ആയിരിക്കും. ഓക്കെ, അപ്പം ഞാൻ സപ്ലിമെന്റ് സ്റ്റാർട്ട് ചെയ്തു. 2000-ലാണ് ഞാൻ സപ്ലിമെന്റ് സ്റ്റാർട്ട് ചെയ്ത്. അന്ന് ഇന്നത്തെ പോലെ സപ്ലിമെന്റ്സ് അധികമില്ല. ഒരുപാട് കമ്പനികൾ, ഇന്ത്യക്ക് പുറത്തുള്ള കമ്പനികളാണ്, ഇവിടെയുള്ള ഇന്ത്യൻ കമ്പനികളൊന്നുമില്ല, വിദേശ കമ്പനികളാണ് കൂടുതലും. ആ കമ്പനികളിലെ പ്രോഡക്ട്സ് നമ്മുടെ ഇവിടേക്ക് മോസ്റ്റ് സീനിയർ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവർക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. അപ്പോൾ ഞാൻ കമ്പനിയുടെ ബ്രാൻഡ് നെയിം ഒന്നും പറയുന്നില്ല. അങ്ങനെ സപ്ലിമെന്റ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ വളരെ അതായത് സപ്ലിമെന്റ്സ് സ്റ്റാർട്ട് ചെയ്തതിന്റെ എൻ്റെ ചെവി ശരിയായതിനു ശേഷം, എൻ്റെ ചെവി കേൾക്കാൻ തുടങ്ങിയതിനു ശേഷം എനിക്ക് പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്ത ആൾ എന്നെ കാണാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ നിശബ്ദനായിരുന്നു. മുഴുവൻ കേട്ടിട്ട് ഞാൻ ഇതെന്താണ് എൻ്റെ ആക്ച്വലി എൻ്റെ ബോഡി സംഭവിച്ചെന്ന് ചോദിച്ചിട്ട് അദ്ദേഹത്തിന് വിശദമായിട്ടൊന്നും പറയാനോ അദ്ദേഹം പറഞ്ഞ് അംഗീകരിക്കാനോ തയ്യാറായില്ല. വിനോദ് സാറിന്റെ ഫോട്ടോ ചെരിഞ്ഞിട്ടാണല്ലോ, അതോ ഒന്ന് നേരെയാക്കിയോ? വീഡിയോ ചെരിഞ്ഞിട്ടാണല്ലോ, ക്യാമറ ഫോൺ സെറ്റ് വെച്ചിരുന്നോ വിനോദ് സാറിന്റെ? ഹലോ, ഹലോ, ഓക്കെ, ഓക്കെ, ശരി, ഓക്കെ, താങ്ക് യു. അപ്പോ പ്രോഡക്ട്സ് ഞാൻ കണ്ടിന്യൂ ചെയ്തു. ഞാൻ വളരെ ഹെൽത്തിയായി മാറി. ഹെൽത്തിയായ 1 വർഷം കഴിയുമ്പോൾ ഞാൻ വളരെ ഹെൽത്തിയായി മാറി കഴിഞ്ഞപ്പോൾ ആക്ച്വലി എന്താണ് എനിക്ക് സംഭവിച്ചത്? അപ്പം മെഡിസിനിന്റെ അപ്പുറം, ചികിത്സയുടെ അപ്പുറം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിന്റെ അപ്പുറം മറ്റൊന്നുമില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഞാൻ അതിനു മുമ്പ് ചികിത്സയിൽ ഇരുന്ന സമയത്ത് പല കമ്പനിക്കാരും എൻ്റെ അടുത്ത് വന്നിരുന്നു. പല ആൾക്കാരും എൻ്റെ അടുത്ത് വന്നിരുന്നു. അവരെ DXN പോലുള്ള കമ്പനികൾ, അതും ഈ സീനിയർ ആയിട്ടുള്ള ആൾക്കാർക്ക്, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഒരുപക്ഷെ അറിയാവുന്ന ബ്രാൻഡായിരിക്കും. അതും കൊറിയയോ മലേഷ്യയോ മറ്റുള്ള ബ്രാൻഡാണ്. അവരുടെയൊക്കെ പ്രോഡക്റ്റ് ഞാൻ കഴിച്ചു നോക്കിയതാണ്. അത് 95-96 കാലഘട്ടത്തിൽ ഞാൻ അവരുടെയൊക്കെ പ്രോഡക്റ്റ് കഴിച്ചു നോക്കിയതാണ്. ആ പ്രോഡക്റ്റ് കഴിച്ചിട്ടൊന്നും എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല.
അങ്ങനെ വളരെ വേദനയോടെ മരണത്തിന്റെ അടുത്തേക്ക് ശ്മശാനത്തിന്റെ ഗേറ്റ് വരെ എത്തി, അങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നു. ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. അങ്ങനെ അങ്ങനെ തിരിച്ചു വന്നിട്ട് ഇതെന്താണ് ആക്ച്വലി എൻ്റെ ശരീരത്തിൽ സംഭവിച്ചത് എന്നുള്ള അന്വേഷണത്തിന്റെ പാട്ടായിട്ടാണ് ഈ കോഴ്സുകൾ. ഞാനിപ്പം വിനോദ് സാർ പറഞ്ഞു ഞാൻ 7 8 കോഴ്സുകൾ പഠിച്ചു. ഞാൻ 9 ഡിപ്ലോമ എടുത്തിട്ടുണ്ട്. അതിൽ 5 ഹ്യൂമൻ ന്യൂട്രീഷൻ 5 ഡിപ്ലോമ, ഫുഡ് ആൻഡ് ന്യൂട്രീഷനിൽ 4 ഡിപ്ലോമ, അങ്ങനെ 9 ഡിപ്ലോമ ഞാൻ എടുത്തിട്ടുണ്ട്. കൂടാതെ കുറേ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, എല്ലാം കൂടി 15ഓളം സർട്ടിഫിക്കറ്റുകൾ കയ്യിലുണ്ട്. പക്ഷേ എന്താ കാര്യം, കേരളമായി പോയി. കേരളത്തിൽ ഒരു വെൽനസ് അഡ്വൈസർ, ന്യൂട്രീഷൻ അഡ്വൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ എന്റെ എക്സ്പീരിയൻസ് അങ്ങനെ തന്നെ. അത് പോട്ടെ, അതവിടെ മാറ്റി വെക്കാം. ഓക്കെ, അപ്പോ ഇതിന് ശേഷം ഞാൻ ആരെയോ പഠിപ്പിക്കാനോ ട്രെയിൻ ചെയ്യാനോ ഒന്ന് തീരുമാനിച്ചിട്ടല്ല. ഞാൻ അന്ന് നമ്മൾ ആരോഗ്യ രംഗത്ത്, ആരോഗ്യ മേഖലയെ കുറിച്ച് എന്തെങ്കിലും നമ്മുടെ ശാരീരിക നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറെ അടുത്തേക്കാണ്, ഒരു ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഡോക്ടറുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർക്ക് ഒന്നും അറിയില്ലാത്തൊരവസ്ഥയായിരുന്നു അന്ന്. ഇന്ന് ഡോക്ടേഴ്സിനൊക്കെ ധാരാളം, ഇന്ന് നിങ്ങളെല്ലാവരും നല്ല അറിവുള്ളവരാണ്. നമ്മുടെ വെസ്റ്റേജ് കമ്പനിയുടെ പ്രോഡക്ട്സ് മാത്രമല്ല, നിങ്ങൾക്കൊക്കെ ധാരാളം നല്ല നോളജ് ഉള്ളവരാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഇന്ന് അതിനുള്ള ധാരാളം സോഴ്സുകളുണ്ട്. ആകെ അന്നുണ്ടായിരുന്ന എന്താ, മലയാള മനോരമയുടെയും വീക്കിലികളില്ലേ, അന്ന് ഒരുപാട് വീക്കിലികളുണ്ട്. മാപ്പുസ്തകങ്ങൾ എന്ന് പറയും. ഞാൻ ബേസിക്കലി ഒരു കാഞ്ഞിരപ്പള്ളിക്കാരാണ്, കോട്ടയംകാരാണ്. അവിടെ കോട്ടയത്ത് നിന്ന് ഇറങ്ങുന്ന ഒരുപാട് പ്രസിദ്ധീകരണങ്ങളുണ്ട്, മലയാളം പ്രസിദ്ധീകരണങ്ങൾ. അവയുടെ ഒക്കെ ഒരു കോർണറുണ്ട്, ഒരു 4 ചോദ്യത്തിന് ആൻസർ, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു ഡോക്ടറുടെ ഫോട്ടോയും അതിൻ്റെ 4 ചോദ്യങ്ങളും അതിന്റെ ആൻസറും ഉണ്ടാവും. അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയില്ല. അത്തരം രീതിയിലുള്ള ഒരു മെഡിക്കൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹെൽത്ത് അവയർനെസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൂ. മെഡിക്കൽ ജേർണലുകളൊന്നും അവൈലബിൾ അല്ല. ക്വാർട്ടർലി, വീക്ക്ലി ഒന്നും അവൈലബിൾ, മന്ത്ലി ഒന്നും അവൈലബിൾ അല്ല. ആരോട് ഇവൻ നമ്മൾ 2000-ങ്ങളിൽ 2000, 2001, 2002, 2003 കാലഘട്ടത്തിലൊക്കെ നമ്മളൊരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ സമീപിച്ചിട്ട് എത്ര പ്രോട്ടീൻ നമ്മൾ ഒരു ദിവസം കഴിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൈമലർത്തുന്ന ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, മോഡേൺ മെഡിസിൻ നമുക്ക് വേണ്ടതാണ്. മോഡേൺ മെഡിസിന് ഞാൻ എതിരായിട്ട് സംസാരിക്കുന്നത് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. മോഡേൺ മെഡിസിന് എതിരായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. മോഡേൺ മെഡിസിനിന്റെ കണ്ടെത്തലിന്റെ പാട്ടായിട്ടാണ് ഇന്ന് ഇത്രയധികം ജനങ്ങൾ ഈ ഭൂമിയുടെ മേലെ, ഇത്രയധികം ജനങ്ങൾ മനുഷ്യർ ഒരുമിച്ച് ജീവിക്കുന്നത്. മോഡേൺ മെഡിസിൻ അതായത് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ, അതിന്റെ കണ്ടെത്തലുകൾ ആ ശാഖയുടെ കണ്ടെത്തലുകൾ തന്നെയാണ്. അപ്പോൾ അതായത് നമ്മൾ അലോപ്പതി എന്ന് വിളിക്കുന്ന അലോപ്പതി അല്ല, അത് മോഡേൺ മെഡിസിൻ ആണ്, എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ആണ്. അപ്പം അതിന്റെ കണ്ടെത്തലുകളും അതിന്റെ വളർച്ചയുമാണ്, ആ ശാഖയുടെ വളർച്ചയാണ് ഇന്ന് ഇത്രയധികം ജനങ്ങൾ ആരോഗ്യത്തോടെ ഈ ഭൂമിക്ക് മേലെ ജീവിക്കുന്നത്. ആരോഗ്യത്തോടെ ഞാൻ പറയുന്നില്ല, ജീവിക്കുന്നതിന്റെ കാരണം. ആരോഗ്യം വേറൊരു ഡിവിഷനാന്ന് പറയാം. ഓക്കെ, അപ്പൊ അതിന് ശേഷമാണ്, ആ ഒരു അവസ്ഥയിലാണ് ഞാൻ കൂടുതലായിട്ട് ഈ ഒരു വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്താണ് ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ ആ സപ്ലിമെന്റ് കഴിച്ചിരുന്ന കമ്പനിയുടെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് ഞാനിത് ഒരു ട്രെയിനിങ് പ്രോഗ്രാം പോലെ, ഇതിങ്ങനെ ഒരു ബൈബിൾ പ്രഘോഷണം എന്നൊക്കെ പറയില്ലേ, കേട്ടിട്ടില്ലേ, എന്ന് പറയുന്ന പോലെ ഞാൻ ഇങ്ങനെ ആൾക്കാരെ സൗജന്യമായിട്ട്, തികച്ചും സൗജന്യമായിട്ട്, ഞാൻ ബസ് ഫെയർ പോലും വാങ്ങാറില്ല. എനിക്ക് മോണിറ്ററി ബെനിഫിറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിന്റെ കോഴ്സുകളെല്ലാം വലിയ എമൗണ്ട് മുടക്കിയിട്ടാണ് കോഴ്സുകളൊക്കെ പഠിച്ചത്. ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫീസ് വേണം, കോഴ്സ് മെറ്റീരിയൽ, സ്റ്റഡി മെറ്റീരിയൽ അയച്ചു തരണമെങ്കിൽ ഫീസ് വേണം, എക്സാം എഴുതണമെങ്കിൽ ഫീസ് വേണം, സർട്ടിഫിക്കറ്റ് തരണമെങ്കിൽ ഫീസ് വേണം. ഇങ്ങനെ ഫീസിന്റെ പരമ്പര തന്നെ. ഇത്രയും കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് ഞാൻ 1 രൂപ പോലും ആരോടും വാങ്ങാതെയാണ് അത് ആദ്യകാലങ്ങളിൽ. പക്ഷെ ഇന്ന് ഞാൻ കോഴ്സിന് ഞാൻ എടുക്കുമ്പോഴും US-ലും UK-ലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഉള്ള ആൾക്കാരോട് ഞാൻ സൂമിലോ ഗൂഗിൾ മീറ്റിലോ ഒക്കെ സംസാരിക്കാറുണ്ട്. അതിന് ഫീസ് ഈടാക്കാറുമുണ്ട്. ഇപ്പൊ ആ രീതിയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ടോപ്പിക് അതല്ല, അതുകൊണ്ട് അതിലേക്ക് ഞാൻ അധികം പോകുന്നില്ല. ഓക്കെ, അപ്പം ഇപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. കാരണം 4ഓളം ഞാൻ എങ്ങാണ്, പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 4ഓളം സ്ഥാപനങ്ങൾ റൺ ചെയ്തുകൊണ്ടിരുന്ന ഞാൻ അതിന്റെ എല്ലാ കാര്യങ്ങളും, ആ സ്ഥാപനങ്ങളുടെ എല്ലാ കാര്യങ്ങളും, ക്ലിനിക്കിൽ ഡോക്ടേഴ്സ് വേണമെങ്കിൽ ഡോക്ടേഴ്സിനെ സംഘടിപ്പിക്കണം, മെഡിക്കൽ ഷോപ്പിലും മെഡിസിന്റെ കാര്യം ശ്രദ്ധിക്കണം, അതുപോലെ ഓരോ സ്ഥാപനത്തിലും വേണ്ട കുറവുകളെല്ലാം നേരിട്ട് ഞാൻ തന്നെ ശ്രദ്ധിക്കണം, എന്റെ ശ്രദ്ധയിൽ തന്നെ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് കഴിക്കാറില്ല, വെള്ളം കുടിക്കാറില്ല, വിശ്രമം കൃത്യമായിട്ട് കിട്ടാറില്ല, മാരകമായിട്ടുള്ള സ്ട്രെസ് വിത്തുകൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്.
അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നുപോയ ഞാൻ ഗ്രാജുവലി എൻ്റെ ശരീരത്തിന് ഉണ്ടായ കുറവുകൾ ഞാൻ കാണാതെ, അതായത് മൂഡ് സ്വിങ്, മൂഡ് ഇടയ്ക്കിടയ്ക്ക് മാറും, ഇറിറ്റേഷൻ ഉണ്ടാവും, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, ഇൻസോംനിയ ഉറക്കക്കുറവ് ഉണ്ടാവും. ഇങ്ങനെ വളരെ മാരകമായിട്ടുള്ള ലക്ഷണങ്ങൾ ആദ്യം ലൈറ്റ് സിംറ്റംസ് എനിക്ക് കാണിച്ചിരുന്നു. ഈ സിംറ്റംസ് ഗ്രാജുവലി ആണ് ഡിസോർഡറുകളിലേക്ക് പോയത്. ഈ ഡിസോർഡർ ആണ് പിന്നെ ഡിസീസിലേക്ക് പോയത്. ഇത് മുഴുവൻ ഞാൻ ഒബ്സർവ് ചെയ്തിരുന്ന ഒരാളാണ്. ഈ സംസാരത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇത് ഞാൻ 2 മണിക്കൂർ സപ്ലിമെന്റ്സിനെ കുറിച്ച് പറയുന്നേക്കാളും പ്രോഡക്ട്സിനെ കുറിച്ച് പറയുന്നേക്കാളും വൃത്തിയായി എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ നമ്മുടെ ബാലസുബ്രഹ്മണ്യ സാറിനെ ഞാൻ വിളിക്കുകയും സാറിന്റെ അപ്രൂവൽ ഞാൻ എടുക്കുകയും ചെയ്തത്. സാറേ, ഞാൻ ലൈഫ് എക്സ്പീരിയൻസ് പറഞ്ഞോട്ടെ, അതല്ലേ കുറച്ചുകൂടെ വൃത്തിയായിരിക്കുക, പ്രോഡക്റ്റ് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു. സാർ ഒന്ന് തീർച്ചയായിട്ടും അതാണ് പറയുന്നതെന്ന് ഉള്ള അഭിപ്രായം സാറിന്റെ റിക്വസ്റ്റ് എടുത്തതിന് ഞാൻ ചോദിച്ചതിന് ശേഷമാണ് സാറിന്റെ അഡ്വൈസോട് കൂടിയാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എന്താണ് സത്യത്തിൽ സംഭവിച്ചത്, എന്താണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചത്, അതൊന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, ശരിയല്ലേ? അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. എന്താണ് സപ്ലിമെന്റേഷൻ, എന്താണ്, എങ്ങനെയാണ് സപ്ലിമെന്റേഷൻ ഒരു മനുഷ്യ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അൺഹെൽത്തി സിറ്റുവേഷനിൽ ഒരാളെ ഹെൽത്തി കണ്ടീഷനിലേക്ക് ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നൊരു ഐഡിയയിലേക്ക് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം, അല്ലേ? അപ്പം ഞാൻ ഇങ്ങനെ രോഗിയായിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, രോഗിയാകുന്നതിന് മുമ്പ് വർഷങ്ങളോളം സപ്ലിമെന്റ് ഫുഡൊന്നും കഴിക്കാറില്ല, വെള്ളം ആവശ്യത്തിന് കുടിക്കാറില്ല. അപ്പൊ ഇപ്പൊ നമുക്ക് പൊതുവെ ഒരു ധാരണയാണ്, വെള്ളം കുടിച്ചാൽ കിഡ്നി സ്റ്റോൺ വരാറില്ല, അല്ലേ? പക്ഷെ വെള്ളം കുടിക്കാതിരുന്നാൽ എങ്ങനെ കിഡ്നി സ്റ്റോൺ വരുന്നത്? ഈ വെള്ളവും കിഡ്നി സ്റ്റോണുമായിട്ട് എന്താ ബന്ധം? എന്താണ് കിഡ്നി സ്റ്റോൺ? എന്താണ് കിഡ്നി സ്റ്റോൺ? ഇന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ റോങ് ആണത്. ഈ എന്താണ് കിഡ്നി സ്റ്റോൺ എന്നുള്ള ഇൻഫർമേഷൻ അത് ലോകത്തിന് കൊടുത്ത ഡോക്ടറുടെ പേര് ജോ അല്ലാക്ക് എന്ന് പറയും. അതൊരു വെറ്റിനറി സർജനാണ്, കാലിഫോർണിയയിലുള്ള ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ കണ്ടെത്തലിന് നോബൽ പ്രൈസ് നോമിനേഷൻ വരെ കിട്ടിയതാണ്. അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യം, വെറ്റിനറി സർജൻ എങ്ങനെയാണ് ഇത് കണ്ടെത്താൻ കാരണം, മൃഗങ്ങൾക്ക് കിഡ്നി സ്റ്റോൺ വരാറില്ല. അതാണ് അദ്ദേഹം ആദ്യം ശ്രദ്ധിച്ചത്. മൃഗങ്ങൾക്ക് കിഡ്നി സ്റ്റോൺ എന്തുകൊണ്ട് വരുന്നില്ല? അപ്പം ആ പഠനം അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കണ്ടെത്തലിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത്. കാരണം മനുഷ്യ ശരീരത്തിൽ വേണ്ട തരത്തിലുള്ള മിനറൽ സപ്ലൈ ഇല്ലാതെ വരുമ്പോൾ എന്താണ് മേജർ നമ്മുടെ അബണ്ടൻ മിനറൽ എന്നറിയപ്പെടുന്ന മിനറൽ ഏതാണ്? കാൽസ്യം. കാൽസ്യമാണ് നമ്മുടെ ബോഡിയിലെ അബണ്ടൻ മിനറൽ. ഈ അബണ്ടൻ മിനറൽ എന്ന് പറയുന്ന കാൽസ്യം നമ്മുടെ ഹോൾ ബോഡി വെയിറ്റിന്റെ 2% വരും. അപ്പൊ ഈ 2% വരുന്ന മിനറലായ കാൽസ്യത്തിനെ, അല്ലെങ്കിൽ അബണ്ടൻ മിനറലായ കാൽസ്യത്തിനെ പ്രോപ്പർ ആയിട്ടുള്ള അളവിൽ നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കുന്നില്ലെങ്കിൽ, എന്താ പ്രോപ്പറായ അളവ്? അതായത് ഹെൽത്തി ആയ ഒരു ഇൻഡിവിജ്വലിന്, ഹെൽത്തി ആയ ഒരു ഇൻഡിവിജ്വലിന് 800 മില്ലിഗ്രാം മുതൽ 1500 മില്ലിഗ്രാം വരെ പെർ ഡേ. ശ്രദ്ധിക്കണം, ഈ വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കണം. പെർ ഡേ എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന സമയം മുതൽ, ആ സപ്ലിമെന്റ് എടുക്കുന്ന സമയം മുതൽ, കാൽസ്യം എടുക്കുന്ന സമയം മുതൽ 24 അവേഴ്സിന് ഉള്ളിൽ അത് തീർന്നിരിക്കും. ശ്രദ്ധിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ പെർ ഡേ എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തേക്ക് റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് അല്ലെങ്കിൽ റെക്കമെൻഡഡ് ഡെയിലി അലവൻസ്, അതാണ് പറയുന്നത്. ആ ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിന് 800 ഗ്രാം മുതൽ 1500 മില്ലിഗ്രാം വരെ, അത് അവരുടെ ഫുഡ് ഹാബിറ്റും ലൈഫ് സ്റ്റൈലിനനുസരിച്ച് ഒരു ഡിഫറൻസ് ഉണ്ടാവും. അതാണ് ഈ 800-നും 1500-നും ഈ വേരിയേഷൻ വരാനുള്ള കാരണം. അതാണ് ഓരോ മനുഷ്യനും അവന്റെ ഭക്ഷണക്രമം, അവന്റെ ജീവിതശൈലി, ഇതെല്ലാം ആശ്രയിച്ചിരിക്കും. എന്താണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത്. ഞാൻ ഈ 23-24 വർഷമായി ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത്. ഇതുവരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് 100% പക്കയായിട്ട് കഴിക്കുന്ന ഒരാൾ ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ്, പുള്ളിക്ക് ഒരു വ്യക്തിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ അദ്ദേഹത്തിന് 800 ഗ്രാം മുതൽ 1500 മില്ലിഗ്രാം വരെ പെർ ഡേ. അത് പ്രത്യേകം നോട്ട് ചെയ്തേക്കുക, പെർ ഡേ. എന്താ കാരണം വെച്ചാല് പെർ ഡേ എന്ന് പറഞ്ഞാൽ ആ ഡേ കഴിയുമ്പോൾ അത് സമയം കഴിഞ്ഞു, അതിന്റെ ആവശ്യം അത് പിന്നെ ബോഡിയിൽ ഇല്ല. ബോഡി അത് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ മെഡിക്കൽ ഇൻഡസ്ട്രിയിലുള്ള പല ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നഴ്സസ് ആയിക്കോട്ടെ, ആ മേഖലയിൽ ഇന്ന് പല എക്സ്പേർട്ടുകളോട് ഞാൻ സംസാരിക്കുമ്പോൾ കാൽസ്യം വേണ്ട. അതെന്താ കാൽസ്യം വേണ്ടത്? കാൽസിഫിക്കേഷൻ ഉണ്ടാവും, അതിറോസ്ക്ലോറോസിസ് ഉണ്ടാവും, ആർട്ടറിക്കുള്ളിൽ ബ്ലോക്കേജ് ഉണ്ടാവും, കാൽസിഫിക്കേഷൻ ഉണ്ടാകും. ഓർക്കുക,
ആർട്ടറിക്കുള്ളിൽ ബ്ലോക്കേജ് ഉണ്ടാക്കാൻ നമ്മൾ കഴിക്കുന്ന ഡയറ്റിൽ കൂടി നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന കാൽസ്യം അല്ല. വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയാം, ഡയറ്റിൽ കൂടി നമ്മളെ ഫുഡിൽ കൂടി നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്ന കാൽസ്യം അല്ല കാൽസ്യം ഈ ഈ അഥെറോസ്ക്ലെറോസിസ് ആയിട്ട് മാറുന്നതും കിഡ്നി സ്റ്റോൺ ആയിട്ട് മാറുന്നതും ഗോൾ ബ്ലാഡർ സ്റ്റോൺ ആയിട്ട് മാറുന്നതും പ്രത്യേകം അത് തലയിൽ ഒന്ന് കയറ്റി വെക്കുക കേട്ടോ, പ്രത്യേകം നോർമൽ വെക്കുക. ഓക്കെ, അപ്പൊ പിന്നെ എന്താണത്? ഡയറ്റിൽ കൂടി അപ്പൊ ഞാൻ ഫുഡൊന്നും കഴിക്കുന്നില്ല, ഒരു ഫുഡും മര്യാദയ്ക്ക് കഴിക്കാറില്ല, ഉറങ്ങാറില്ല. 1:30-2 മണിക്ക് വന്ന് കിടക്കും, വീട്ടിൽ വന്ന് കിടക്കും. രോഗിയാകുന്നതിന് മുമ്പ് 1:30-2 മണിക്ക് വീട്ടിലേക്ക് എത്തും, 5-5:30 ആകുമ്പോഴത്തേന് വീട്ടിൽ നിന്ന് പോകും. എൻ്റെ കുട്ടികൾ പോലും എന്നെ കാണുന്നില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഗ്രാജുവലി, എനിക്ക് ദേഷ്യമാണ് ആദ്യം ദേഷ്യം വന്നു, യൂറിനറി ഇൻഫെക്ഷൻ, മസിൽ ക്രാംസ്, പിന്നെ മസിൽ പെയിൻ, ജോയിന്റ് പെയിൻ, നെക്ക് പെയിൻ, ഹെയർ ലോസ്, ഇങ്ങനെ പരമ്പരകൾ തന്നെ, ലക്ഷണങ്ങൾ പലതും നമ്മുടെ ബോഡി. ശബ്ദം കുറവാണോ? സൗണ്ട് കുറവാണോ? ശബ്ദം കുറവാണെന്നൊരു വാസന്തി മാഡത്തിന്റെ അപ്പോ ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളും നമ്മുടെ ശരീരത്തില് ബോഡി നമുക്ക് കാണിച്ചു തരും. ഈ ബോഡി നമുക്ക് കാണിച്ചു തരുമ്പോൾ നമ്മൾ ഈ ഒരു ലക്ഷണം വെച്ചിട്ട് ഈ ഒരു ലക്ഷണങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ ഇന്ന് സാധിക്കും. എന്താണ് ആക്ച്വലി നമ്മുടെ പ്രശ്നം? കാരണം എനിക്കുണ്ടായ പ്രശ്നം പറഞ്ഞാൽ, ആദ്യം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് എനിക്കുണ്ടായ പ്രോബ്ലം, ഞാൻ ഡയറ്റിൽ കൂടി ഒന്നും എൻ്റെ ബോഡിയിലേക്ക് ഉണ്ടാകാറില്ല. കാരണം കഴിച്ചു എന്ന് വരുത്തി ഓടി നടക്കുന്ന, വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ഓടി നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ ആ സമയത്ത് എനിക്ക് എൻ്റെ ശരീരത്തിലേക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല. കാരണം ഞാൻ എൻ്റെ ഒരു ഫുൾ കണ്ടീഷനായ ഒരു വാഹനത്തിനെ കാണുന്ന പോലെ അന്ന് കണ്ടുകൊണ്ടിരുന്നത്. ഫുൾ കണ്ടീഷനായ ഒരു വാഹനം ഇല്ലേ? നമ്മളിപ്പം മെഡിക്കൽ രംഗത്തുള്ളവരാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും നമ്മൾ വെൽനെസ്സിലുള്ളവരാണെങ്കിലും നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലുള്ളവരാണെങ്കിലും നമ്മളൊരു ശരീരത്തെ കാണുന്ന ഫുൾ കണ്ടീഷൻ ആയിട്ടുള്ള ഒരു വണ്ടിയെ കാണുന്ന പോലെയാ ഇല്ലേ? ഫുൾ കണ്ടീഷനുള്ള വണ്ടിയാകുമ്പോ എന്താ, അതിന്റെ ടയറിന്റെ കാറ്റ് പോയി കഴിഞ്ഞാല്, ആ ടയറിൽ കാറ്റ് അടിച്ച് ടയർ അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് എന്തായി? വണ്ടി ഫുൾ പക്കയായി അല്ലെ? ഇങ്ങനെയാണ് നമ്മൾ മനുഷ്യ ശരീരത്തെ കാണുന്നത്. നെവർ, ഒരിക്കലും അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല. മനുഷ്യ ശരീരം ഇന്റേണലി കണക്റ്റഡ് ആണ്. മനുഷ്യ ശരീരം നമ്മളിപ്പോ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ശരീരത്തെ ഏറ്റവും വലിയ അവയവത്തിന്റെ പേര് ഇൻഡസ്ട്രീറ്റിയം, അവസാനമായിട്ട് കണ്ടുപിടിച്ച അവയവമാണ്. ഞാൻ ഈ രംഗത്തേക്ക് വരുമ്പോൾ, വെൽനസ് ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ, മനുഷ്യ ശരീരത്തിൽ 72 അവയവങ്ങളേ ഉള്ളൂ. 72 അവയവങ്ങളെ അന്ന് മെഡിക്കൽ സയൻസ് അംഗീകരിച്ചിട്ടുള്ളൂ. ഇന്ന് 80 അവയവങ്ങളായി. 80ാമത്തെ അവയവത്തിന്റെ പേരാണ് ഇൻഡസ്ട്രീറ്റിയം. ഇൻഡസ്ട്രീറ്റിയം എന്താ? നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിലും നമ്മുടെ ഓരോ സെല്ലുകളിലും ബോഡി കംപ്ലീറ്റ്, ബോഡിയിലെ ബോഡി എല്ലാ ഭാഗത്തുമുള്ള മുറിവേക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വെള്ളം നമ്മൾ കാണുന്നുണ്ടല്ലോ. ആ വെള്ളം നമ്മുടെ ഒരു അവയവമാണ്. അതിന് അവയവമായിട്ട് ആ ലിക്വിഡിനെ ഇൻഡസ്ട്രീറ്റിയം എന്നതിന്റെ പേര്. ആ ലിക്വിഡിനെ അവയവമായിട്ട് പ്രഖ്യാപിച്ചിട്ട് 1 കൊല്ലം ആകുന്നേ ഉള്ളൂ. അതിന് മുമ്പ് ഇതുപോലെ തന്നെ പല അവയവങ്ങളും, അതായത് ഈ 20 വർഷത്തിനുള്ളിൽ 7ഓളം പുതിയ അവയവങ്ങൾ കൂട്ടിച്ചേർത്തു. അതിനു മുമ്പ് നമുക്ക് അവയവങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. പക്ഷെ ഓർക്കേണ്ട കാര്യം, നമ്മൾ ആരോടാണോ ഇത് അന്വേഷിക്കുന്നത് അവര് നമുക്ക് തരുന്ന നമുക്ക് അഡ്വൈസ് തരുമ്പോൾ, നമ്മളെ ഗൈഡ് ചെയ്യുമ്പോഴും നമ്മളൊന്ന് നല്ല ബോധത്തോടെ ഇരിക്കുക. നമ്മളെ കുറച്ച് അധ്വാനം എൻ്റെ പിന്നിലുണ്ട് ഇത് ലേൺ ചെയ്യാനും ഇതൊന്ന് മനസ്സിലാക്കാൻ. ഞാൻ എൻ്റെ തലയ്ക്കാണ് ബസിന്റെ അടി കിട്ടിയത്. എൻ്റെ മെമ്മറി എല്ലാം പോയെന്നാ വിചാരിച്ചത്. കുറച്ചൊക്കെ കിട്ടുന്നുണ്ട്, മെമ്മറി എല്ലാം പോയെന്നാ വിചാരിച്ചത്. ദൈവത്തിന് നന്ദി, നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഓക്കെ, അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ ഫുഡെല്ലാം മാറ്റിവെച്ച് ജീവിച്ചപ്പോ എനിക്ക് കിഡ്നി സ്റ്റോൺ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അത് എങ്ങനെയാ കിഡ്നി സ്റ്റോൺ സ്റ്റാർട്ട് ചെയ്തതെന്ന് എനിക്കും അറിയില്ല, എന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടേഴ്സിനും അറിയില്ല, എനിക്ക് അഡ്വൈസ് ഒന്നും ആക്കില്ല. പക്ഷെ എന്നെ വന്ന് കണ്ട വെൽനസ് എക്സ്പേർട്ട് എന്നോട് പറഞ്ഞു, ഇത് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന രോഗമാണ്. ഈ രോഗം വരുന്നതിന്റെ കാരണം നിങ്ങളുടെ ശരീരത്ത് കാൽസ്യം ഇല്ലാത്തത് കൊണ്ടാണ്. ആകെ ഞാൻ ഫ്ലാറ്റായി എന്ന് പറയാം. ആ ഒരു മെസ്സേജ് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. അപ്പം 6 വർഷത്തോളമായിട്ട് കാൽസ്യം അടങ്ങുന്ന ഫുഡൊന്നും കഴിക്കരുതെന്ന് സാധാരണക്കാരൊന്നുമല്ല പറഞ്ഞേ. കസ്തൂർബ മെഡിക്കൽ കോളേജ് എന്നാണ് എന്നോട് പറഞ്ഞത്. ഇന്ന് അവർ കഴിക്കണമെന്നാണ് പറയുന്നത്. 24 വർഷം കഴിയുമ്പോൾ അവർ ഇതെല്ലാം കഴിക്കാനാണ് പറഞ്ഞത്. അന്ന് കഴിക്കരുതെന്നാണ് പറഞ്ഞത്.
മരിച്ചു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഡോക്യുമെന്റ്സ് ഒന്നും എൻ്റെ കയ്യിലില്ല, അതൊന്നും എടുത്തു വെക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. കാരണം മരിച്ചു പോകും, പിന്നെ എന്തിനാ നമ്മൾ സ്ഥാപനങ്ങൾ വരെ ക്ലോസ് ചെയ്ത് കളഞ്ഞു, നമ്മുടെ നാട് തന്നെ വിട്ടു. അപ്പൊ മരിച്ചു പോകുന്ന ഒരാൾക്ക് വേണ്ടി എന്തിനാ ഡോക്യുമെന്റ്സ് കീപ്പ് ചെയ്യേണ്ട ആവശ്യം? അങ്ങനെ ഈ ഒരു അവസ്ഥയിൽ എന്താണ് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നത്? ഡയറ്റിൽ കൂടി പ്രോപ്പർ അളവിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഹെൽത്തി ഇൻഡിവിജ്വൽ ആയിരിക്കുമ്പോൾ, ഹെൽത്ത് ഉള്ളപ്പം വേണം നമ്മൾ ഹെൽത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഹെൽത്തി ഇൻഡിവിജ്വൽ ആയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഡയറ്റിൽ കൂടി കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യണം. അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോൾ ഈ ബോഡി എന്ത് ചെയ്യും? നമ്മുടെ ബോണിൽ നിന്ന് കാൽസ്യത്തെ എടുത്തിട്ട് ഉപയോഗിക്കും. ബോണിൽ നിന്ന് കാൽസ്യത്തെ എടുക്കുമ്പോൾ കാൽസ്യം മാത്രമല്ല ബോണില് ഏറ്റവും കൂടുതലുള്ള മിനറൽ കാൽസ്യമാണ്. പക്ഷെ കൂടുതലായിട്ട് ബോണിലുള്ളത് പ്രോട്ടീനാണ്. ഏറ്റവും കൂടുതൽ ബോണിലുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. പ്രോട്ടീൻ റിച്ച് ആണ് നമ്മുടെ ഭക്ഷണക്രമെങ്കിൽ നമ്മുടെ ബോൺ ഡെൻസിറ്റി വളരെ വളരെ സ്ട്രോങ് ആയിരിക്കും. അത് ഹെൽത്തി ബോണിന്റെ ഉടമയായിരിക്കും നമ്മൾ. ഓക്കെ, അപ്പം ഒന്നും കഴിക്കാത്ത ഒരാൾക്ക് എന്ത് പറ്റും? ഡയറ്റിൽ കൂടി നമ്മൾ ഫുഡ് കൊടുക്കാണ്ടിരിക്കുമ്പോൾ ബോൺ പ്രോട്ടീൻ കാൽസ്യം എടുക്കാൻ വേണ്ടിയാണ് ഈ സപ്ലൈ. കാൽസ്യം മാത്രമല്ല, എന്തൊക്കെയാണോ ബോണിൽ സ്റ്റോർ ചെയ്യുന്നത്, നമ്മളൊരു ബാങ്കില് കയ്യിൽ ക്യാഷ് ഉള്ള സമയത്ത് ബാങ്കിൽ ക്യാഷ് ഇട്ട് വെക്കുന്നത് പോലെ നമ്മൾ ഹെൽത്തി ഫുഡ് കഴിക്കുന്ന സമയത്ത് ബോൺ എന്ത് ചെയ്യും? പ്രോട്ടീൻ, കാൽസ്യം, മഗ്നീഷ്യം, മാംഗനീസ്, സിങ്ക്, സിലിക്കൺ, ബോറോൺ, ഫോസ്ഫറസ്, ഇതൊക്കെ ഈ ബോണിൽ സ്റ്റോർ ചെയ്ത് വെക്കും. എപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള ഫുഡ് ഡയറ്റിൽ കൂടി നമ്മൾ ഇതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് ഈ മിനറലും പ്രോട്ടീനും കൊടുക്കുന്നുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്ത്, കൊടുക്കുന്നില്ലെങ്കിൽ എന്ത് പറ്റും? എപ്പോഴെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ചത് ബോണിൽ നാച്ചുറലായിട്ട് ഫില്ലായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ബോൺ റിവേഴ്സ് ചെയ്യും. ബോൺ നമ്മൾ ബാങ്കിൽ നിന്ന് പണം എടുക്കുന്നെന്ന് പറഞ്ഞ പോലെ ബോൺ അത് ഇങ്ങോട്ട് റീഫണ്ട് ചെയ്ത് കൊടുക്കും, ബ്ലഡിലേക്ക് അത് റീഫണ്ട് ചെയ്ത് കൊടുക്കും. നമ്മളിവിടെ എന്താ ചെയ്യും? കാൽസ്യം ചെക്ക് ചെയ്യും. അപ്പൊ എന്താ ചെയ്യുക? ബ്ലഡിലേക്ക് കാൽസ്യമാണ് ചെക്ക് ചെയ്യുന്നത്. ആക്ച്വലി ബ്ലഡിൽ ഓൾവേസ് കാൽസ്യം ഉണ്ടാവും. ഇവന്റെ ശരീരത്തിൽ എല്ലാം ബോൺ ഉണ്ടെങ്കിൽ അവന്റെ ബ്ലഡിലും കാൽസ്യം ഉണ്ടാവും. ബോൺ ഡെക്സാമെട്രി അത്തരത്തിലുള്ള ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ബോൺ ഡെൻസിറ്റി മനസ്സിലാക്കാൻ. ആദ്യം നമുക്ക് ഈ ഡയറ്റിൽ കൂടി കാൽസ്യം ചെല്ലാതിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ കാൽസ്യം സമ്പുഷ്ട ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോൺ ആദ്യം ഈ പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസ് ആണ് കൂടുതൽ ഉണ്ടാകുക. കാൽസ്യം, മഗ്നീഷ്യം, മാംഗനീസ്, സിങ്ക്, ബോറോൺ, സിലിക്കൺ, ഫോസ്ഫറസ് ഇതെല്ലാം സപ്ലൈ തിരിച്ച് ബ്ലഡിലേക്ക് കൊടുക്കുമ്പോൾ അവിടെ എവിടെയാണ് ലോസ് സംഭവിക്കുന്നത്? അവിടെ ഒരു സംഭവം നടക്കും, തിന്നിങ് ഓഫ് ബോൺ. തിന്നിങ് ഓഫ് ബോൺ എന്ന സംഭവം നടക്കും. അതിന് ഓസ്റ്റിയോപീനിയ എന്നാ പറയുന്നത്. ഓസ്റ്റിയോപീനിയ സ്റ്റാർട്ട് ചെയ്ത് ബോൺ തിന്നാകുന്ന സമയത്ത് പോലും നമ്മളിത് തിരിച്ചറിയുന്നില്ല എങ്കിൽ, അന്ന് എൻ്റെ നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഭാഗ്യവശാൽ അന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തിരിച്ചറിയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ടായിരുന്നില്ല. അവിടുന്ന് എന്താണോ അവർക്ക് മനസ്സിലാകുന്ന ആകെ ഉണ്ടായിരുന്ന എക്സ്റേ മാത്രമാണ്. എക്സ്റേയിൽ അവർക്ക് എന്താണ് മനസ്സിലാകുന്നത് അത് തന്നെ നമുക്ക് കിട്ടുന്ന അഡ്വൈസും ട്രീറ്റ്മെന്റും. അപ്പം ഈ തിന്നിങ് ഓഫ് ബോൺ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ അത് സ്പോഞ്ചി ബോൺ ആയി മാറും. സ്പോഞ്ചി ബോൺ ആയി മാറുന്ന അതേ സെയിം ടൈം തന്നെ അതേ പ്രോസസ് തന്നെ ഓസ്റ്റിയോപോറോസിസ്. ഓസ്റ്റിയോ മീൻസ് ബോൺ, പോറോസിസ് മീൻസ് ഹോൾ. നമ്മളൊരു പപ്പായ മരം അല്ലെങ്കിൽ ഒരു മുരിക്കിന്റെ മരം വെട്ടി മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളൊരു 6 മാസമോ 10 മാസമോ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞാൽ അതിന്റെ മേൽ തോലെല്ലാം പോയിട്ട് ഇതിനെല്ലാം ഹോള് പിന്നിരിക്കുന്നത് കാണാം. പപ്പായ ആണെങ്കിൽ ഏറ്റവും നന്നായിട്ട്, നിങ്ങൾ ആരെങ്കിലും ഒരിക്കലെങ്കിലും കണ്ടല്ലോ പറമ്പിൽ ഇങ്ങനെ വീണ് കിടക്കുന്ന ഒരു പപ്പായ മരം ഇങ്ങനെ ഹോളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതേപോലെ നമ്മുടെ ബോൺ കംപ്ലീറ്റ് ഹോളായിട്ട് മാറും. ഹോളായിട്ട് മാറിയിട്ട് നമ്മുടെ ബോൺ സ്പോഞ്ച് പോലെ ആകുന്ന ഒരു അവസ്ഥയ്ക്ക് വരും. ഈ അവസ്ഥയ്ക്കാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. ഈ അവസ്ഥയിൽ എന്ത് ചെയ്യും? ഡയറ്റിൽ കൂടി നമ്മൾ ഫുഡൊന്നും കൊടുക്കുന്നില്ല. കാരണം ആരുടെയൊക്കെയോ അഡ്വൈസ് കൊണ്ട് നമുക്ക് പ്രോപ്പർ അഡ്വൈസ് കിട്ടുന്നില്ല, പ്രോപ്പർ ഗൈഡൻസ് കിട്ടുന്നില്ല. ആ സമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രോപ്പർ ന്യൂട്രീഷൻ സപ്ലൈ ഇല്ലാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ബോണിൽ നിന്ന് എടുത്തെടുത്ത് ബോണിൽ നിന്ന് കിട്ടാത്ത അവസ്ഥയിൽ ശരീരം കംപ്ലീറ്റ് ന്യൂട്രിയൻസിന്റെ സപ്ലൈ ഇല്ലാതെ ഓരോ ഓർഗൻ ഡാമേജ് ആയി വരും. ഇതാണ് എനിക്ക് സംഭവിച്ചത്. എന്റെ കിഡ്നി ഒന്ന് എടുത്തു കളഞ്ഞു, കിഡ്നി ഒന്നേ ഉള്ളൂ, ആ കിഡ്നിയും ഡാമേജ് ആയി, ആ കിഡ്നിക്കും കംപ്ലൈന്റ് വന്നു. 80% ഡാമേജ് ആയി. ആ അവസ്ഥ 85% ഡാമേജ് ആയി. ഒറ്റ കിഡ്നികൾ ഇപ്പോഴും ഒരു കിഡ്നിയിലാണ് ഇരുന്ന് വർത്തമാനം പറയുന്നത്, സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ അവസ്ഥയില് കിഡ്നി ഡാമേജ് ആയി, കിഡ്നി കംപ്ലൈന്റ് ആയ സമയത്താണ് ഇത്രമാത്രം ഗുരുതരമായ സൈഡ് എഫക്റ്റുകളും ബുദ്ധിമുട്ടുകളും എല്ലാം എനിക്ക് വന്നത്. അപ്പം സപ്ലിമെന്റിലൂടെ
ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ ആക്ച്വലി വിശ്വസിക്കുന്നത് ആ രോഗം എനിക്ക് ദൈവം വരുത്തിയതാണെന്നാണ്. കാരണം അതിനുശേഷം ഈ 23 വർഷം കൊണ്ട്, ഇപ്പൊ ജനുവരി 1 24 വർഷവും, ഈ 23 വർഷം കൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാരിലേക്ക് ഈ മെസ്സേജ് എനിക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചു. ആയിരക്കണക്കിന് ആൾക്കാരിലേക്ക്, ലോകത്തിലെ പല ഭാഗങ്ങളിലുള്ള, നേരത്തെ പറഞ്ഞ കാനഡ, USA, പിന്നെ മിഡിൽ ഈസ്റ്റ് ധാരാളം, പിന്നെ സിംഗപ്പൂർ, ഓസ്ട്രേലിയ, ഇങ്ങനെ UK, ഇങ്ങനെ പല 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 അതിനകത്ത് ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സസ് ഉണ്ട്, മെഡിക്കൽ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന വളരെ വലിയ വലിയ എക്സ്പേർട്ടുകളുണ്ട്, അവരൊക്കെ ഉണ്ട്. പിന്നെ വലിയ വലിയ പത്ര ന്യൂസ് റിപ്പോർട്ടേഴ്സ്, ഇങ്ങനെ പല പല വലിയ ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇന്നും എൻ്റെ അഡ്വൈസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. ഇന്ന് ഞാൻ വളരെ അഭിമാനത്തോടെ ഞാൻ പറയട്ടെ, ഇന്ന് ഞാൻ വെസ്റ്റീജിന്റെ സപ്ലിമെന്റ്സ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വെസ്റ്റീജിന്റെ സപ്ലിമെന്റ് റെക്കമെൻഡ് ചെയ്യാൻ വെസ്റ്റീജിലേക്ക് ഞാൻ എപ്പോഴാവുന്നത്? അപ്പം വേറൊരു വിദേശ കമ്പനിയിലായിരുന്നു പറഞ്ഞു. 2002 വരെ ഞാൻ വേറൊരു വിദേശ കമ്പനിയിലായിരുന്നു. 2002 സ്റ്റാർട്ടിങ് ജാനുവരി വരെ, 2002 ഏപ്രിലാണ് ഞാൻ വെസ്റ്റീജിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. വെസ്റ്റീജിൽ ആദ്യം തന്നെ ഞാൻ നമ്മുടെ സപ്ലിമെന്റ്സ് ആണ് കഴിച്ചു തുടങ്ങിയത്. സപ്ലിമെന്റ്സ് കഴിച്ചു തുടങ്ങി അതിന്റെ ക്വാളിറ്റി അമേസിംഗ് ആയിട്ടുള്ള ക്വാളിറ്റി, പൈസ മറ്റേ ബ്രാൻഡിന്റെ 3-1 എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഒരു ഇന്ത്യൻ ബ്രാൻഡ് ഇത്രയും ക്വാളിറ്റിയിൽ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി. ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പിന്നീടാണ് ഇപ്പം അവസാനമായിട്ട് അതൊന്നും ഇപ്പൊ ഇവിടെ പറയേണ്ട ആവശ്യമുണ്ട്, പ്രോഡക്റ്റിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന സമയത്ത് അതൊന്നും പറയേണ്ട ആവശ്യമുണ്ട്. അപ്പം ഇപ്പൊ നമുക്ക് ആലോചിച്ച് നോക്കാം, നമുക്ക് ഒരു ട്രാ എന്ന് പറയുന്ന ഒരു ഏജൻസി, ഒരു പ്രൈവറ്റ് ഏജൻസി, ഒരു തേർഡ് പാർട്ടി കമ്പനിയാണ് ട്രാ എന്ന് പറയുന്നത്. ഈ കമ്പനി 16ഓളം ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ ഏതാണ്ട് 16,000-ഓളം റെപ്യൂട്ടഡ് ബ്രാൻഡുകൾ എടുത്തിട്ട് 16,000 മണിക്കൂർ എന്ന് വെച്ചാൽ ഏതാണ്ട് 22 മാസത്തിലധികം വരും. 16,000-ലധികം മണിക്കൂറുകളിൽ ഏതാണ്ട് 15 മില്യൺ 1.5 കോടി പോയിന്റ്സ് കളക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും മോസ്റ്റ് സ്വീകാര്യതയുള്ള ബ്രാൻഡ്, അല്ലെ, ഏറ്റവും സ്വീകാര്യതയുള്ള ഒരു ബ്രാൻഡിനെ സെലക്ട് ചെയ്യുക. ട്രാ ചെയ്യുന്ന വളരെ അത്ഭുതകരമായ അമേസിംഗ് ആയിട്ടുള്ള വർക്കാണ്. വെച്ചാൽ ഈ 22-23 മാസത്തോളം അവർ മാർക്കറ്റില് ഫീൽഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ബ്രാൻഡിനെ കണ്ടുപിടിക്കുന്നത്. അതിന്റെ അവർ ചെയ്യുന്ന വർക്ക്, അവർ ഓരോ സബ്ജക്റ്റിലായിട്ട് ചെയ്യുന്ന ഓരോ സബ്ജക്റ്റിലും അവർ ആഴ്ന്നിറങ്ങിയിട്ട് 1.5 കോടിയോളം പോയിന്റ്സ് കളക്ട് ചെയ്യണ ഒരു മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ്. താങ്ക് യു നന്ദകൃഷ്ണൻ സാറാണ് മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ്. അത് ഞാൻ തലക്കിട്ട് അടികെട്ടിയത്. ഇത് ഇപ്പോഴെങ്കിലും സാറിനോട് പറഞ്ഞപ്പോൾ ഞാനിത് സമ്മതിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പിന്നെ എന്റെ തലയെന്തായിപ്പോന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ചാടിക്കറി സമ്മതിച്ചത്. ഓക്കെ, താങ്ക് യു. അപ്പം മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് ആയിട്ട് 2005 അതെ ഓക്കെ ശരിയാ, 2004 സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ 2004 സ്റ്റാർട്ട് ചെയ്ത് ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ 20 വർഷം കംപ്ലീറ്റ് ചെയ്തു. 2004 സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഇങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഇന്ത്യൻ ബ്രാൻഡ് ഇത്രയും ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് അവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, മാനുഫാക്ചർ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഇവിടെ വന്ന് അസോസിയേറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഇവർക്ക് സ്വന്തം സയന്റിസ്റ്റുകളുണ്ട്, സ്വന്തം ഫാമുണ്ട്, സ്വന്തം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ് ഉണ്ട്. അമേസിംഗ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്, ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ ബ്രാൻഡാണ് ഇതെന്നുള്ളത് ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി. ശരിക്കും ഇന്ത്യയിൽ അങ്ങനെ ബ്രാൻഡുള്ളത് എനിക്കറിയില്ല. കാരണം ഈ വിദേശ ബ്രാൻഡിൽ ഞാൻ പിന്നെ ആ ഒരു ബ്രാൻഡാണ് ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂട്രീഷൻ ബ്രാൻഡ് എന്ന് പറയുന്ന ആ ബ്രാൻഡ് വലിയ ന്യൂട്രീഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉണ്ട്. അവരുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ കോഴ്സ് ഒക്കെ ഞാൻ പാസ്സായിട്ടുണ്ട്. അവരുടെ സർട്ടിഫിക്കറ്റ്, അത് അഡാ മിച്ചിഗൺ എന്ന് പറയും. നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും ആ കാര്യത്തിൽ വ്യക്തതയുള്ളവരാണ്. അപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. അഡാ മിച്ചിഗൺ എന്ന് പറയും. ആ ബ്രാൻഡിന്റെ പേര് ന്യൂട്രിലൈറ്റ് എന്ന് പറയും. ആ ബ്രാൻഡിന്റെ ഒരു എക്സാം, 2 എക്സാം ഞാൻ എഴുതിയതാണ്. ആ 2 എക്സാമിന്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ അത് ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ വേണ്ട, നമുക്ക് നോളജാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് പഠനത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പം ഇത്രയായി. അപ്പൊ ഓസ്റ്റിയോപൊറോസിസ് എങ്ങനെയാ വരുന്നതെന്ന് മനസ്സിലായി. ഓസ്റ്റിയോപൊറോസിസ് സമയമാണെങ്കിൽ പറയണേ, സമയമാണെന്നുണ്ടെങ്കിൽ പറയണം. ഓക്കെ മനോജ് സാറേ, സമയമാണെന്നുണ്ടെങ്കിൽ പറയണേ. ഓക്കെ സാർ. ഓക്കെ, വിനോദ് സാറിനെ കാണാൻ ചായ കുടിക്കാൻ പോയിരുന്നോ? ഓക്കെ, താങ്ക് യു.
ആ ഓക്കെ. മുഴുവൻ അപ്പോൾ ആ അപ്പൊ ഇടയ്ക്ക് കാണാണ്ടായി പോയി അവിടെ പറഞ്ഞു. ഓക്കെ, താങ്ക് യു. അപ്പോ എനിക്ക് ഓസ്റ്റിയോപൊറോസിസ് ബാധിച്ച എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വ്യക്തത ഉണ്ടായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളിപ്പോ ഇനി അടുത്തത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ തോതിൽ പ്രോഡക്ട്സിനെ കുറിച്ച് ഒന്ന് ടച്ച് ചെയ്ത് പോയ കാര്യങ്ങൾ ഒന്ന് ബോധ്യപ്പെടുകയുള്ളൂ. നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പൊതുവേ പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ നമുക്ക് ഒരു അസുഖത്തിന് ഇത് ഇന്ന പ്രോഡക്റ്റ്, മറ്റൊരു അസുഖത്തിന് ഇന്ന പ്രോഡക്റ്റ്, മുട്ടുവേദനയ്ക്ക് ഇന്ന പ്രോഡക്റ്റ്, കഴുത്ത് വേദനയ്ക്ക് ഇന്ന പ്രോഡക്റ്റ്, വയറ്റിൽ നിന്ന് മോഷൻ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ ഇന്ന പ്രോഡക്റ്റ്. അത് ശരിയാണോ? ആക്ച്വലി നമ്മുടെ ബോട്ടിലിന്റെ ഓരോ ബോട്ടിലിന്റെയും പുറത്ത് വ്യക്തമായിട്ട് കമ്പനി മെൻഷൻ ചെയ്തിട്ടുണ്ട്, ദിസ് പ്രോഡക്റ്റ് ഈസ് നോട്ട്, എന്താ എഴുതിയേക്കുന്നത്, ദിസ് പ്രോഡക്റ്റ് ഈസ് നോട്ട്, അല്ലെന്ന് പറഞ്ഞാട്ടെ, അല്ലെന്ന് മൈക്കോണാക്കിലെന്ന് പറഞ്ഞേ. ഒരു രോഗത്തിനും പരിഹാരമല്ല, ഒരു രോഗത്തിനും പരിഹാരമല്ല. അല്ല, അതിന് ഇംഗ്ലീഷ് തന്നെ പറയും. ഇംഗ്ലീഷ് തന്നെ. അതെന്താ കാര്യം അറിയാം, അതെന്താ കാരണം അറിയില്ല, അത് തന്നെ ഇംഗ്ലീഷ് തന്നെ പറയണം. This product is not intended to diagnose, treat, cure or mitigate any diseases. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഈ പ്രോഡക്റ്റ് ഏതെങ്കിലും ഒരു രോഗത്തിനെ ഡയഗ്നോസ് ചെയ്യുകയോ ചികിത്സിക്കുകയോ ഭേദമാക്കുകയോ രോഗം വിട്ടുപോകാൻ വേണ്ടിയുള്ള സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല. പിന്നെ നമ്മളെങ്ങനെയാ ഇതെടുത്തിട്ട് നടുവേദനയ്ക്ക് ഇത്, മുട്ടുവേദനയ്ക്ക് അത്, വയറ്റിന് പോകുന്നില്ലെങ്കിൽ ഇത്, കണ്ണ് കാഴ്ചയില്ലെങ്കിൽ ഇന്ന് എങ്ങനെ പറയുന്നത്? അതെന്താണ് പ്രശ്നം? അവിടെ ഇയാളിത് ട്രെയിനിങ് വേണം, ഇത് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കുളവാക്കാൻ പുറപ്പാടൊന്നും ആയിരിക്കും വിചാരിക്കല്ലേ? അല്ല, ഒരിക്കലും അല്ല. നിങ്ങളുടെ മനസ്സിലെ ചില തെറ്റായ ചിന്തകൾ ഒന്ന് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ആക്ച്വലി ഞാൻ ആ ബോണിന്റെ പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബോണിന്റെ അകത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞു പ്രോട്ടീൻ മെയിൻ, ഒന്നാം സ്ഥാനത്ത് പ്രോട്ടീൻ. പിന്നെ മിനറൽസ്, കാൽസ്യം അബണ്ടന്റ് മിനറൽ, മഗ്നീഷ്യം മാസ്റ്റർ മിനറൽ, പിന്നെ എന്താ സിങ്ക്, അങ്ങനെ മഗ്നീഷ്യം, മാംഗനീസ്, സിങ്ക്, സിലിക്കൺ, ഫോസ്ഫറസ്, ഇങ്ങനെ പല മിനറലുകളും പ്രോട്ടീനും സമ്പുഷ്ടമായിരിക്കണം, എന്നാലേ ബോൺ ഹെൽത്തി ആയിരിക്കുള്ളൂ. ഇത് ബോൺ എന്ന് പറയുന്നത് അടുത്ത പറമ്പിലെ വേലിപ്പൊത്തലല്ല, നമ്മുടെ ഉള്ളിലുള്ള, നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ഹെൽത്തി, അതായത് ലിവിങ് ടിഷ്യൂ ആണ്. നമ്മുടെ ഉള്ളിലുള്ള ജീവനുള്ള കോശങ്ങൾ തന്നെയാണ് നമ്മുടെ ബോൺ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് വളരുന്നത്. അപ്പൊ ലിവിങ് ആയിരിക്കുമ്പോ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സാധനം നമ്മുടെ ഡയറ്റിൽ കൂടി പ്രോപ്പർ ആയിട്ടുള്ള സപ്ലൈ ഇല്ലാതെ വരുമ്പോ അത് അവിടുന്ന് തിരിച്ച് നമുക്ക് തരുന്നു. അത് അവർ ലിവിങ് ടിഷ്യൂ ആയതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ആക്ച്വലി ലിവിങ് ടിഷ്യൂ അല്ലെങ്കിലോ, ഡെഡ് ആണെങ്കിലോ, അവിടെ അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കൂല. അപ്പം കറക്റ്റ്, ശരിയാണ്. ഇപ്പൊ ഒരു മെസ്സേജ് വന്നു. ഓക്കെ, താങ്ക് യു. ഈ പ്രോഡക്റ്റ് ഒന്നും തന്നെ ഒരു രോഗത്തിന് വേണ്ടിയിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അത് നമ്മളെല്ലാവരും അറിയണം. അപ്പൊ പിന്നെ നമുക്ക് ലിവർ ഹെൽത്ത്, പിന്നെ കിഡ്നി ഹെൽത്ത്, അങ്ങനെ പല പല ഹെൽത്തുകളും പല പ്രശ്നങ്ങളും ഒക്കെ. അപ്പൊ പിന്നെ അതെന്താ അങ്ങനെ ഒരു സംശയം വരികയല്ലേ? ഇല്ലേ? നിങ്ങൾക്ക് അങ്ങനെ സംശയം ഇല്ലേ? എനിക്കുണ്ട് സംശയം. എനിക്ക് സംശയമുണ്ട്. എന്താ പിന്നെ അങ്ങനെ? അതിന്റെ കാരണം നമ്മുടെ ബോഡിയിലുള്ള കുറവുകളെ ഡയറ്റിൽ കൂടി നമ്മൾ വലിയ വർഷങ്ങളോളം 35 വർഷമായിട്ട് ഒരേ തരം ഭക്ഷണം ഉണ്ടാക്കുന്ന ഫാമിലി എനിക്കറിയാം. ഒരേ ഭക്ഷണം, ഒരു മാറ്റവും ഇല്ല. അവിടുത്തെ കുടുംബനാഥയ്ക്ക്, അമ്മച്ചിക്ക് ഇഞ്ചി ഇഷ്ടമല്ല, ജിഞ്ചർ ഇഷ്ടമല്ല. അതുകൊണ്ട് ആ വീട്ടിൽ 35 വർഷമായി ജിഞ്ചർ കയറ്റിയിട്ട്. അമ്മച്ചിയുടെ താല്പര്യമാണ് ആ അടുക്കളയുടെ താല്പര്യം, ആ അടുക്കളയുടെ താല്പര്യമാണ് അവിടുത്തെ ഓരോ മെമ്പേഴ്സിന്റെയും താല്പര്യം. അപ്പൊ അമ്മച്ചിയാണ്, ഓരോ അമ്മമാരാണ് ഒരു വീടിന്റെ നെടുന്തൂൺ എന്നാണ് ഞാൻ സാധാരണ പറയാറുള്ള ഒരു കാര്യമാണത്. അമ്മ ഹെൽത്തി ആയിരിക്കണം, എന്നാലേ വീട്ടിലെ എല്ലാ മെമ്പേഴ്സും അമ്മയ്ക്ക് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ശരിക്കും ഉണ്ടാകണം. അപ്പൊ നമ്മൾ ഡയറ്റിൽ കൂടി പ്രോപ്പർ ആയിട്ടുള്ള സപ്ലൈ കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിരിക്കും. അത് എപ്പോ തുടങ്ങണം? ഇപ്പൊ തുടങ്ങിയാൽ മതിയോ? പോരാ, നേരത്തെ തുടങ്ങണം. എവിടെ തുടങ്ങണം? ഒരു സ്ത്രീ, ഒരു ലേഡി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആകുന്ന സമയത്ത് അതിനും ഒരു 2 വർഷം മുമ്പേ ഡയറ്റിൽ കൂടി ഹെൽത്തി ആയിട്ടുള്ള ഫൗണ്ടേഷൻ. നമ്മൾ നെല്ല് വിതയ്ക്കുന്നുണ്ടല്ലോ വയലില്, ഇല്ലേ? നമ്മൾ നല്ല നെല്ല്, നല്ല നോൺ GMO സീഡൊക്കെ സെലക്ട് ചെയ്ത് നെല്ലൊക്കെ കളക്ട് ചെയ്ത് കൊടുത്ത്, പരമ്പരാഗതമായ നെല്ലൊക്കെ കളക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ രാസവളം, ജൈവവളമൊക്കെ ഇട്ടിട്ട് നമ്മൾ
വയലൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മൾ നെല്ല് വിതയ്ക്കുന്നുണ്ട്, നല്ല വിത്ത് നോക്കിയെടുക്കും എന്ന് പറയുന്നത് പോലെ ആ പെൺകുട്ടിയുടെ ശരീരത്തിന്റെ നിലം ആകുന്ന ആ ശരീരത്തെ പൂർണ്ണ ഹെൽത്തി ആക്കി വെച്ചതിന് ശേഷം ആ കുട്ടി പ്രഗ്നന്റ് ആകുകയും ആ കുട്ടി പ്രഗ്നന്റ് ആയി കടന്നു പോകുന്ന സമയത്ത് ഈ ഡയറ്റ് ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുകയും അങ്ങനെ ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്ന അമ്മയിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞ് ഹെൽത്തി ആയിരിക്കുകയും ഇതേ ഡയറ്റ് പ്ലാൻ, ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ്, ഒരു വേരിയഡ് ഡയറ്റ് പ്ലാൻ, ഇഷ്ടമുള്ള ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുക, ഇഷ്ടമില്ലാത്ത ഭക്ഷണം തീരെ കഴിക്കാതിരിക്കുക. അതല്ല, നമ്മൾ നാവിന്റെ ടേസ്റ്റ് അല്ല, ബോഡിയുടെ ടേസ്റ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇഷ്ടമുള്ള ഭക്ഷണം നമ്മൾ കഴിക്കും. പൊറോട്ട ബീഫോ ഇഷ്ടമെങ്കിൽ പൊറോട്ട എന്ന് പറയും അല്ലേ. എന്നാൽ അതിന് കൂടുതൽ കുറച്ച് പച്ചക്കറികളൊക്കെ കഴിക്കാൻ പറഞ്ഞാൽ കുറച്ച് വൈമനസ്യം കാണിക്കും അല്ലേ. നമ്മുടെ വീട്ടിലൊക്കെ ചെറുപ്പക്കാർ പിള്ളേരെ നോക്കിയാൽ മതി, സാമ്പാറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചോറ് പ്ലേറ്റിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ കഷ്ണങ്ങൾ ഇങ്ങനെ വെള്ളപ്പൊക്കം കയറി ഇറങ്ങിപ്പോയവരുണ്ടാകും ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ അവരുടെ ഹെൽത്ത് ഒക്കെ ഒന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും. വീക്കായിരിക്കും, വളരെ ഇമ്മ്യൂണിറ്റി വളരെ താഴെ ആയിരിക്കും. അടുത്ത പഞ്ചായത്തിൽ പനി വന്നു കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് ആദ്യം വരുന്ന ഈ വ്യക്തിക്കായിരിക്കും. ഇങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പം നമ്മളതേണ ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ് ഫോളോ ചെയ്യുന്ന ആ പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന കുഞ്ഞ് ഹെൽത്തി ആയിട്ടൊരു കുഞ്ഞായിരിക്കും. അവന്റെ എല്ലാ വൈറ്റൽ ഓർഗൻസും വളരെ ഹെൽത്തി ആയിരിക്കും. അവൻ നല്ല ബ്രൈറ്റ് ആയിരിക്കും, അവൻ നല്ല ഹെൽത്തി ആയിരിക്കും. ഇവൻ ഇതേപോലെ തന്നെ നല്ല ഹെൽത്തി ഫുഡ്, ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രിയൻസ് അടങ്ങുന്ന ഭക്ഷണം കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി എങ്ങായിട്ട് കടന്നു പോകുമ്പോൾ ആ കുട്ടി ഹെൽത്തി ആയിരിക്കും. പക്ഷെ നമുക്കിവിടെ സംഭവിക്കുന്നത് എന്താണ്? നമുക്ക് ഇഷ്ടമുള്ള നാവിന്റെ ടേസ്റ്റ് നോക്കി ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ട പ്രോപ്പർ ന്യൂട്രീഷൻ നമ്മുടെ ബോഡിയിലേക്ക് സപ്ലൈ ഇല്ലാതെ വരും. ഇങ്ങനെ നമ്മുടെ ബോഡിയിലേക്ക് സപ്ലൈ ഇല്ലാതെ വരുമ്പോൾ ബോഡി അതിനെ കോംപ്രമൈസ് ചെയ്യും, കിട്ടുന്നത് കൊണ്ട് കാര്യങ്ങൾ ചെയ്യും. കിട്ടുന്നതിനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് യൂട്രസിന്റെ ഉള്ളിൽ ട്യൂമർ, ക്യാൻസർ കിട്ടുന്നതിനെ കൊണ്ട് ഒപ്പിക്കുകയാണ് ഇല്ലേ. അമ്മമാർക്ക് സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ അറിയില്ലേ? തക്കാളി പരിപ്പും മാത്രമേ കയ്യിലുണ്ടെങ്കിൽ കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിൽ സാമ്പാർ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ ഇല്ലേ. അമ്മമാരൊക്കെ ഉണ്ടാവില്ലേ ഇല്ലല്ലേ. കഷ്ണങ്ങളൊന്നുമില്ല, പച്ചക്കറി ഒന്നുമില്ല, ആ പാടെയുള്ള തക്കാളി പരിപ്പ് എങ്ങനെയാ സാമ്പാർ ഉണ്ടാക്കുക? സാമ്പാർ കൂടി ഇട്ടാൽ സാമ്പാറാവോ? ഇല്ല അല്ലേ, ശരിയല്ലേ? അത് തക്കാളിക്കറിയായി മാറും അല്ലെ, അത് പരിപ്പ് കറിയായി മാറും. എന്നതുപോലെ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് മാത്രമാവുമ്പോ ശരീരം എന്ത് ചെയ്യും? കിട്ടുന്നത് കൊണ്ട് പറ്റുന്നത് പോലെ ചെയ്യും. ഇത് ശരീരത്തിന് ഉറപ്പായിട്ടും ഉണ്ടാകുന്ന 24 വർഷത്തെ എന്റെ റിസർച്ചും കൂടെയാണ്. 23 വർഷത്തെ, ഇനിയില്ല, എന്നെ ഒരു മാസം കൂടെ കഴിഞ്ഞാൽ 24 വർഷമായി. എന്റെ റിസർച്ചിന്റെ ഫലം കൂടെയാ വരുന്നത്. ഞാനത് ഒരു സയന്റിഫിക് ആയിട്ടൊന്നും പറയാണ്ട് ഇങ്ങനെ ഒരു കോമഡി ശൈലിയിൽ പറയുന്നേ ഉള്ളൂ. അത് എന്നാലും നമ്മൾ സാമ്പാറിന് പേരിടുന്നത് അതാണ് പ്രശ്നം. എവിടെയാണ് പ്രശ്നം? ആരെങ്കിലും എന്തെങ്കിലും പ്രതികരിച്ചാലേ നമുക്കത് പിടിക്കാൻ പറ്റുള്ളൂ. അവിടെയാണ് പ്രശ്നം. നമ്മളെന്നാലും സാമ്പാറും ഈ പരിപ്പ് കറിക്ക് സാമ്പാറിന് പേരിടുമ്പോഴാണ് ഈ ഓസ്റ്റിയോപൊറോസിസും ആർത്രൈറ്റിസും ട്യൂമറും സിസ്റ്റും PCODയും തൈറോയിഡും ക്യാൻസറും ഈ കണ്ട എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരികയല്ല ചെയ്യുന്നത്, ശരീരം അതിനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ശരീരം അതിനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് എന്താ വെച്ചാൽ ഇതിലെ ഡിറ്റോറിയേറ്റീവ് ഡിസീസസ് ആണ്. നമ്മുടെ ശരീരത്തിന്റെ ശോഷണം മൂലം സംഭവിക്കുന്ന ശോഷണം നമ്മുടെ ലൈഫ് സ്റ്റൈലിലും ഫുഡ് ഹാബിറ്റിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ. ഈ രോഗങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമ്മൾ കൊടുക്കുന്നത് വെച്ചിട്ടാണ് ശരീരം ഉണ്ടാക്കുന്നത്, അല്ലാതെ ശരീരം തനിയെ ഇതൊന്നും ഉണ്ടാക്കുന്നില്ല. കൂടെ താങ്ങാൻ പറ്റാത്ത ഇന്നത്തെ ആധുനിക തലമുറയ്ക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്ട്രെസ്സും അതും കൂടെ ആകുമ്പോൾ സമ്പൂർണ്ണമായി എല്ലാത്തിനുള്ള ഓക്സിഡേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്. ഞാൻ അതിലേക്കൊന്നും പോകാന്ന് വെച്ചാൽ നിങ്ങളെല്ലാം ഇതിന്റെയൊക്കെ എക്സ്പെർട്ടുകളാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ ലൈഫ് എക്സ്പീരിയൻസ് ആകുമ്പോൾ അതായിരിക്കും ഏറ്റവും മെച്ചപ്പെട്ട ഇൻഫർമേഷൻ മനസ്സിലാക്കിയ പേരിലാണ് ഞാൻ അത് പറഞ്ഞത്. ഓക്സിഡേഷനെ കുറിച്ച് നിങ്ങൾക്ക് ധാരാളം അറിയാം. നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ഓക്സിജൻ തന്നെയാണ് നമുക്ക് പ്രായം കൂട്ടുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം ഇപ്പം ഇന്ന് നവംബർ 27 അല്ല 27 ഈ കഴിഞ്ഞ വർഷം 2023 നവംബർ 27 ബർത്ത്ഡേ ആഘോഷിച്ച ഒരാൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കും അല്ലെ. എന്തുകൊണ്ടാ? ഒരു വർഷം കഴിഞ്ഞിട്ട് അല്ലെ, ഒരു വർഷം കഴിഞ്ഞു. പക്ഷെ ഒരു വർഷം കഴിഞ്ഞോണ്ട് നമ്മുടെ ശരീരത്തിന് അറിയുമോ? ശരീരത്തിന് അറിയില്ല, ബോഡിക്ക് അറിയില്ല. ഇയാൾ ഒരു വർഷം കഴിഞ്ഞു, ശരീരത്തിന് ആകെ അറിയുന്നത് പകലാണോ അതോ രാത്രിയാണോ? അതേ ശരീരത്തിന് അറിയൂ. അല്ലാണ്ട് ശരീരത്തിന് ഇതൊന്നും നമ്മുടെ ഇന്നത്തെ ഡേറ്റോ 27 ആണെന്നോ നവംബർ മാസമാണെന്നോ 2024 നമ്മുടെ ബോഡിക്ക് അറിയില്ല അല്ലെ. അപ്പം ബോഡിക്ക് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതെടുത്തിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ബോഡിയിലുണ്ട്. ആ ബോഡിയിൽ സർക്കാഡിയൽ റിതം, ഈ റിതത്തിനനുസരിച്ച് അത് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും വർക്ക് ചെയ്യും. കൊടുത്താൽ വർക്ക് ചെയ്യും, അത് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കും. കൊടുത്തില്ലേ വർക്ക് ചെയ്യും, അഡ്വേഴ്സ് റിസൾട്ട് ഉണ്ടാകും.
ആ കൊടുക്കാനുണ്ടാക്കുന്നതാണ് ഈ ഡിസീസസ് ഒക്കെ. ഞാൻ ഈ പറഞ്ഞ കാര്യത്തോട് നിങ്ങൾക്ക് പലർക്കും വിയോജിപ്പുണ്ടാവാം. വിയോജിപ്പുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത് 24 വർഷം 10-16 സർട്ടിഫിക്കറ്റ് ഒക്കെ പഠിച്ചതിന് വേണ്ടിയിട്ടാണ്. ഇത് പലതും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോലും ഉണ്ടാകാൻ സാധ്യതയില്ല. അത് പ്രത്യേകം ഒന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇനി എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? സപ്ലിമെന്റ് അല്ലേ, ഫുഡ്. എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? നമ്പർ 1, ഒരു ഹെൽത്തി ഇൻഡിവിജ്വൽ ആയിരിക്കാൻ വേണ്ടി നമ്പർ 1 പ്രോട്ടീൻ. പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സപ്ലിമെന്റ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം. ഇതിനകത്തിരിക്കുന്ന മോസ്റ്റ് സീനിയർ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഞാൻ അവരെല്ലാം നമിക്കുകയാണ്. കാരണം 10, 20, 22, 23, 24 വർഷം പഴക്കമുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് നമ്മുടെ കൂട്ടത്തില്. അവരെല്ലാം ഞാനത് ദൈവങ്ങളെ പോലെ ഞാൻ ബഹുമാനിക്കും. കാരണം ഇത്രയും അവരൊക്കെ അഗ്നിക്കടൽ നീന്തിയിട്ടാ വന്നത്. കാരണം ഏറ്റവും വലിയ ചലഞ്ചസ് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു. മനുഷ്യൻ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടവർ, അവരാരും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. നമ്മുടെ അൾട്ടിമേറ്റ് നമ്മുടെ ടാർഗറ്റ് എന്തായിരുന്നു? ഹെൽത്തി ഇൻഡിവിജ്വൽ, ഹെൽത്തി ഫാമിലി, ഹെൽത്തി സൊസൈറ്റി, ഒരു ഹെൽത്തി നേഷൻ. ഇതായിരുന്നു നമ്മുടെ ഫോക്കസ്, നമ്മുടെ ഗോൾ അതാണ്. പക്ഷേ ഇതിനെല്ലാം നമുക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു സമൂഹത്തിനോട് ഫൈറ്റ് ചെയ്തിട്ടാണ് ഇവരൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നത്. എനിക്കത് വ്യക്തമായിട്ട് അറിയാം. കാരണം അന്നൊക്കെ 2001, 2002 കാലഘട്ടങ്ങളിലൊക്കെ പ്രോട്ടീൻ പൗഡറൊക്കെ ക്ലയൻസിന് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആരും അവരെ വിളിക്കാറില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ നമ്മുടെ വെസ്റ്റേജ് ബ്രാൻഡിന്റെ പ്രോട്ടീൻ പൗഡറിനെ കുറിച്ചല്ല പറയുന്നത്, ഞാൻ മുമ്പുണ്ടായിരുന്ന ബ്രാൻഡിന്റെ കാര്യം പറയുന്നത്. അപ്പം പ്രോട്ടീൻ പൗഡർ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വിളിക്കൂല. എന്താ കാരണം? പേടിയാ. ഇവർക്ക് കഴിച്ചിട്ട് ജീവനോടെ ഉണ്ടോ, ഇവർക്ക് എന്തെങ്കിലും പറ്റിപ്പോയോ? അവരിങ്ങോട്ട് വിളിക്കും. നിങ്ങളുടെ ഒരാഴ്ച കഴിയുമ്പോൾ വിളിക്കും. എന്താ വിളിക്കും? കൊടുത്തിട്ട് പടക്കത്തിന് തീ കൊടുക്കുന്ന മാതിരി ഓടുക ചെയ്യുന്നത്. അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല, ലാൻഡ് ഫോണേ ഉള്ളൂ. വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കൂല. ഒരു ഫോണും വിളിച്ചാൽ ആരും എടുക്കൂല. വീട്ടിലെ ബെല്ലടിച്ചാൽ എടുക്കുകയില്ല ഫോൺ. എന്താ കാര്യം? അവരിത് കഴിച്ചിട്ട് അവർക്ക് എന്തോ പറ്റി. അവർ ചിലപ്പം വിളിക്കുന്ന, എടാ നീ പൈസ വാങ്ങിയില്ലല്ലോ, താൻ വന്നാൽ പൈസ വാങ്ങിക്കൊണ്ട് പോകുന്നു പറയാനായി വിളിക്കുന്നത്. പക്ഷെ ഈ പാവം വിചാരിക്കുന്ന അങ്ങേർക്ക് ഇതെന്തോ പറ്റി, അങ്ങേർക്ക് വയറ്റിന്ന് പോകാണ്ട് എന്തോ അങ്ങേരെന്തോ കുടുങ്ങി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, എന്നെ എന്തോ തല്ലാനെ മറ്റോ വിളിക്കുന്നത് വെച്ച്. അത്ര ഡേഞ്ചർ സോണിൽ നിന്ന് കടന്നു വന്നവരവര്, നമ്മളെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള അവരെയൊക്കെ നമ്മൾ ശരിക്കും ഫോട്ടോ എടുത്ത് വെച്ച് ആരാധിക്കണം, ആദരിക്കണം. അത്രമാത്രം പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട് വന്നവരാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് സപ്ലൈ നമ്മൾ കൊടുക്കാതെ വരുമ്പോൾ ശരീരത്തിന് കിട്ടാതെ വരികയാണ് അവിടെ സംഭവിക്കുന്നത്. നമ്പർ 1 അതിന് പ്രോട്ടീൻ. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അതിന് ശരീരം നമ്മൾ കൊടുക്കുന്ന ഡൈജഷൻ നമുക്കറിയാം സ്റ്റാർട്ട് ചെയ്യുന്ന എവിടുന്ന? ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വായിൽ നിന്നാണ്, അല്ലെ? വായിൽ നിന്നാണ് നമ്മുടെ പല്ലുകളിൽ നിന്നും വായിലുള്ള വായിലുള്ള സലൈവ ഗ്ലാൻസിൽ നിന്നും നാവ്, പല്ല്, ഇതെല്ലാം കൂടെ കൂടിയിട്ട് നമ്മുടെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇഞ്ചക്ഷൻ എന്നാണ് അതിന് പറയുന്നത്. ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇഞ്ചക്ഷൻ ചെന്ന് കഴിഞ്ഞാൽ ഡൈജഷൻ തുടങ്ങി, വായിൽ നിന്ന് തുടങ്ങി, അത് സ്റ്റൊമക്കിൽ നിന്ന് ഒരു ചൈം എന്നുള്ള രീതിയിൽ പൾപ്പ് രൂപത്തിലാക്കി ചെറുകുടലിലേക്ക് പോയി കണ്ടിന്യൂ ചെയ്യാം. ചെറുകുടലിലേക്ക് പോയി സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ചെറുകുടലിൽ എത്തി, അത് അവിടെ നിന്ന് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തു. അബ്സോർപ്ഷൻ കഴിഞ്ഞ അസിമിലേഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് അതിലേക്ക് പോയി. ഈ പ്രോട്ടീൻ ആണെങ്കിൽ പ്രോട്ടീൻ അമൈനോ ആസിഡ്സ് എന്നുള്ള രീതിയിലാണ്. അതിന് അമൈനോ ആസിഡ്സ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമൈനോ ആസിഡ്സ് അത് ടോട്ടൽ 20 to 22, 22 പറയാം, 20 പറയാം. മോഡേൺ മെഡിസിൻ 20 പറയുന്നു. നമ്മളെ 22 വെൽനസ് അല്ലെങ്കിൽ നമ്മുടെ ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്നത്. ന്യൂട്രാസ്യൂട്ടിക്കൽസ് നമ്മുടെ ഡിവിഷന്റെ പേര്. ന്യൂട്രാസ്യൂട്ടിക്കൽസ് പറയാൻ കാരണം ഫാർമസ്യൂട്ടിക്കലും ന്യൂട്രീഷനും കൂടെ ചേർന്നിട്ട് ക്ലബ് ചെയ്തിട്ടാണ് ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്നുള്ള ആ ഒരു ടേം ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ന്യൂട്രാസ്യൂട്ടിക്കൽസില് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ നമ്മുടെ ഈ ഒരു പ്രോട്ടീൻ അമൈനോ ആസിഡ്സ് എന്നുള്ള രീതിയിൽ കൺവേർട്ടായി 22ഓളം അമൈനോ ആസിഡ്സ് നമ്മുടെ ബോഡിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ ബോഡിയിൽ എത്തേണ്ടതിനെ നമ്മൾ എസെൻഷ്യൽ അമൈനോ ആസിഡ്സ് എന്ന് പറയും. അത് 9 എസെൻഷ്യൽ എന്ന് പറയാൻ കാരണം നമ്മുടെ ഡയറ്റിൽ കൂടി നമ്മുടെ ഉള്ളിലേക്ക് എത്തേണ്ടതാണ്. ബാക്കി 13 നമ്പേഴ്സ് നമ്മുടെ ബോഡി ഉണ്ടാക്കും ബയോകെമിക്കൽ രൂപത്തിൽ, അതല്ലെങ്കിൽ ബോഡി ഉണ്ടാക്കും നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ. ഇതിനാണ് ഞാൻ നേരത്തെ സാമ്പാറിന് ഉദാഹരണം പറഞ്ഞത്. എന്തിനും നമ്മൾ സാമ്പാറായിട്ട് അതിന് പേരിടുമെന്ന് മാഡം പറഞ്ഞ പോലെ, സാമ്പാർ എന്ന് പറഞ്ഞാലും നമ്മൾ പേരിടുന്ന ഷീല മാഡം പറഞ്ഞത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ കഴിക്കുന്ന അമൈനോ ആസിഡ്സ് എസെൻഷ്യൽ ആയിട്ടുള്ള 9 വേണ്ടടുത്ത് നമ്മൾക്ക് 5 കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ. എല്ലാവരും 9 അമൈനോ ആസിഡ്സ് ഡെയിലി കഴിക്കാറുണ്ടോ? നമ്മളോട് തന്നെയാണ് ചോദിക്കുക. നമ്മുടെ കുടുംബത്തിന് അമൈനോ ആസിഡ്സ് 9 കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബീഫ് വേണം, പോർക്ക് വേണം, ഏതെങ്കിലും 1 or 2 ഒറ്റ ഒന്നിൽ നമുക്ക് കിട്ടാറില്ല. 2 നമ്മുടെ ഡെയിലി 24 hours
RDA, റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് അല്ലെങ്കിൽ ഡെയിലി അലവൻസിൽ ഈ പറയുന്ന ഏതെങ്കിലും 2 എണ്ണം എങ്കിലും ഒരു ദിവസം നമ്മുടെ ഫുഡ് ഹാബിറ്റിൽ ഉണ്ടായിരിക്കണം. അത് പ്രത്യേകം ഒന്ന് ഓർക്കുക. ബീഫ്, പോർക്ക്, മട്ടൺ, പിന്നെ ഡക്ക്, താറാവ്, അതുപോലെ തന്നെ മുട്ട, പാല്, തൈര്, മോര്, ഇങ്ങനെയുള്ള ഫിഷ്, ഇങ്ങനെയുള്ള നോൺ വെജ് ഐറ്റംസും, പിന്നെ കടലവർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ, ഇങ്ങനെയുള്ളതെല്ലാം കൂടി നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ സപ്ലൈ ചെയ്യുന്നുണ്ടാകുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, നമുക്ക് വേഗൻസിനെ അറിയാം, വെജിറ്റേറിയൻസിനെ അറിയാം, വേഗൻസിനെ അറിയാം അല്ലെ? വെജിറ്റേറിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട വരെ കഴിക്കാറില്ല. അവർ മത്സ്യം, അവർ പാല്, തൈര്, മോര്, നെയ്യ് ഇങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കും വെജിറ്റേറിയൻസ്. പക്ഷെ അവർ മുട്ട മുതൽ മുകളിലോട്ടുള്ള ബീഫ്, ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് ഒന്നും ഉപയോഗിക്കാറില്ല. അതെല്ലാം അവർ മാറ്റി വെക്കും. അവരുടെ ശരീരത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള പ്രോട്ടീൻ സപ്ലൈ, അതായത് അമൈനോ ആസിഡ്സ് 9 എണ്ണം എസെൻഷ്യൽ അമൈനോ ആസിഡ്സ് അവരുടെ ശരീരത്തേക്ക് എത്താറില്ല. നിങ്ങൾ ആരെങ്കിലും വേഗൻസോ വെജിറ്റേറിയൻസോ ഉണ്ടെങ്കിൽ ഓർമ്മ വെക്കുക. 2, നമ്മള് റിലീജിയസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്റെ പേരിലോ നമ്മുടെ കാസ്റ്റിന്റെ പേരിലോ നമ്മൾ ഈ വേഗൻസ് ആയിട്ടോ വെജിറ്റേറിയൻസ് ആയിട്ടോ ഒക്കെ ഇരിക്കും. അതല്ലാതെ നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ പാർട്ടായിട്ട് നമ്മൾ എനിക്കത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് കഴിക്കാതിരിക്കും. അങ്ങനെ കഴിക്കാതിരിക്കുന്ന നമ്മളെ വേഗൻസ് ആയിട്ട് കഴിയുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. അവർ വേഗൻസ് അല്ല, പക്ഷെ അവർ വേഗൻസിനെ പോലെ ജീവിക്കുന്നത്. വെജിറ്റേറിയൻസ് അല്ല, പക്ഷെ അവർ വെജിറ്റേറിയൻസിനെ പോലെ ജീവിക്കുന്നത്. വെജിറ്റേറിയൻ ആകുന്ന വെച്ചാൽ അത്ര പാപമൊന്നുമല്ല. പക്ഷെ അന്നേരം ഓർക്കുക, പയറുവർഗ്ഗങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ, കടലവർഗ്ഗങ്ങൾ, പാല്, തൈര്, മോര്, ഇലക്കറികൾ, പഴങ്ങൾ, പച്ചക്കറികൾ, ഇതെല്ലാം ദൈനംദിനം അവരുടെ ഭക്ഷണത്തിൽ റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് എന്നുള്ള രീതിയിൽ ദൈനംദിനം അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം. എന്നിട്ട് വേണം അതിന്റെ കൂട്ടത്തില് നമ്മൾ സപ്ലിമെന്റ് ആഡ് ചെയ്യുക. അതിലൊന്നാമത്തെ ഞാൻ പറഞ്ഞു പ്രോട്ടീൻ. ഏറ്റവും കൂടുതൽ എനിക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ഏറ്റവും കൂടുതൽ വിഷമത്തോടെ പറയുന്ന ഒരു കാര്യമാണ്, വെസ്റ്റീജ് കമ്പനി പ്രോട്ടീന് കൊടുക്കുന്ന റെക്കമെൻഡേഷന്റെ അതിന്റെ പ്രൊമോഷന്റെ 10% നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ചെയ്യണമെങ്കിൽ ഇവിടെ വിപ്ലവം നടക്കും. ഹലോ, വെസ്റ്റീജ് കമ്പനി പ്രോട്ടീൻ പൗഡറിന് കൊടുക്കുന്ന റെക്കമെൻഡേഷന്റെ 10% നമ്മൾ പ്രൊമോഷൻ കൊടുത്താല് ഇവിടെ റെവല്യൂഷന്റെ പാട്ടായി നമ്മളൊരു റെവല്യൂഷന്റെ പാട്ടാണ്, വെൽനസ് റെവല്യൂഷന്റെ പാട്ടാണ്. അത് നമ്മളെല്ലാവരും തിരിച്ചറിയുക. അപ്പൊ ആ തിരിച്ചറിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഈ പ്രോട്ടീൻ കൺസ്യൂം ചെയ്യാനുള്ള ഒരു തിരിച്ചറിവുണ്ട്. അതിന്റെ പുറത്ത് നോക്കിയാൽ മതി, അതിന്റെ മുകളിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട് എസെൻഷ്യൽ അമൈനോ ആസിഡ്സ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ മുകളിൽ തന്നെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വാങ്ങി നമ്മൾ രാവിലെ ഒരു ടീസ്പൂൺ നിറയെ കഴിക്കുക, വൈകുന്നേരം ഒരു ടീസ്പൂൺ നിറയെ കഴിക്കുക. ബെയർ മിനിമം ഈ 2 നേരം 10 ഗ്രാം കഴിച്ചാൽ അത് തന്നെ നമുക്കൊരു 100 BV ഉണ്ടാക്കാൻ കഴിയില്ലേ? ഓക്കെ, അപ്പം ഒരു 400 ഗ്രാമിന്റെ പ്രോട്ടീൻ പൗഡർ വാങ്ങിക്കുക. 400 ഗ്രാമിന്റെ പ്രോട്ടീൻ പൗഡർ വാങ്ങി, ഇന്നിപ്പം സന്ധ്യയായി, ഓൺലൈൻ ചെയ്യാൻ പറ്റുന്ന അല്ലേ, 9:30 ഓൺലൈൻ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിനും എല്ലിനും പല്ലിനും ശരീര കോശങ്ങൾക്കും എല്ലാവരും, ഞാൻ വിശദീകരിക്കുന്നില്ല, നമ്മളെ എക്സ്പേർട്ടുകളൊക്കെ ഈ പ്ലാറ്റ്ഫോമിലുണ്ടെന്ന് എനിക്കറിയാം. രാഘവൻ സാറിനെ പോലുള്ള മിടുമിടുക്കന്മാര്, നമ്മുടെ ഡോക്ടർ ബാലസുബ്രഹ്മണ്യം സാറിനെ പോലുള്ള മിടുമിടുക്കന്മാരുണ്ടാവുകൊണ്ട് ഞാൻ ആ പ്രോഡക്റ്റിനെ കുറിച്ച് ഒരിക്കലും ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ പറയുന്ന ഈ ഒരു കൺസെപ്റ്റില് വേണമെന്ന് തോന്നുന്ന പോയിന്റ്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഓർക്കുക, പ്രോട്ടീൻ നിങ്ങൾ ഉപേക്ഷിച്ച് വെച്ചിട്ട് പ്രോഡക്റ്റ് വാങ്ങരുത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും DLCP, നമ്മുടെ തലശ്ശേരി DLCPയില് ബെസ്റ്റ് DLCPക്കുള്ള അവാർഡ് 2022-23 അവാർഡാണത്. നമ്മള് അവിടെ എനിക്ക് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു, എന്റെ ലീഡേഴ്സിനെല്ലാം നന്ദി പറയുന്നു, ഇന്ത്യൻ ടീമിനും പ്ലസിനെല്ലാം ഞാൻ നന്ദി. കാരണം ഞങ്ങൾക്ക് അതിന്റെ ഒരു പാട്ടാകാൻ എനിക്കും കഴിഞ്ഞു. കാരണം 2002-2003 കാലഘട്ടത്തില് ഞങ്ങൾ ആ ഓർഗനൈസേഷൻ, ഷാജി തിരുവങ്ങാട്, സുരേഷ് അൻഷിത മാഡം, ബാലസുബ്രഹ്മണ്യം സാറ്, ഭാസ്കർ സാറ്, ഞങ്ങൾ എൻ്റെ ടീം, ഓഫ് കോഴ്സ് നമ്മുടെ ഷംഷീർ സാറ്, മുഹമ്മദ് ഷംഷീർ സാർ, നമ്മൾ എല്ലാവരും കൂടിയ നമ്മുടെ എൻ്റെ ടീം. ഞാൻ ഈ കുറച്ച് ലീഡേഴ്സിന് മാത്രം പേര് പറഞ്ഞു, എൻ്റെ ടീം. വിനോദ് സാറൊക്കെ ഉണ്ട്, നമ്മുടെ മനോജ് സാറ്, നമ്മുടെ UCD മനോജ് സാറ്, ഇങ്ങനെ നമ്മളെല്ലാവരും കൂടെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് വർക്കാണ് തലശ്ശേരി DLCPക്ക് ആ ഒരു അവാർഡ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ വളരെയധികം പ്രൗഡായിട്ട് പറയുകയാണ്, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. ഓക്കെ, അപ്പം
അപ്പൊ പ്രോട്ടീൻ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ബോഡിക്ക് വേണ്ട അമിനോ ആസിഡ്സ് സപ്ലൈ ചെയ്യണം. അമിനോ ആസിഡ്സ് സപ്ലൈ ചെയ്ത് ഇതിന്റെ ബെനിഫിറ്റുകൾ ചുരുക്കിയിട്ട് ഞാൻ പറഞ്ഞു. വിശദീകരണം വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കൽ നമുക്ക് പ്രോഡക്റ്റ് ട്രെയിനിങ് വെക്കുമ്പോൾ എന്നെ ഇനി അനുവദിച്ചാൽ ആവാൻ നോക്കാം. പിന്നെ വേണ്ടത് വൈറ്റമിൻസ്. പിന്നെ ഒന്നാമത്തെ പ്രോട്ടീൻ ആണ്. അതിന്റെ പ്രാധാന്യം ചുരുക്കിയിട്ട് ഞാൻ തൊട്ടുപോയിട്ടേ ഉള്ളൂ. ആ പ്രോട്ടീനൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും 1.5 മണിക്കൂറല്ല 1.5 മാസം എന്ന് പറഞ്ഞാൽ തീരാത്ത കാര്യമാണ്. രണ്ടാമത്തത് വൈറ്റമിൻസ്. വൈറ്റമിൻസിന്റെ 13 വൈറ്റമിൻസ് മിനിമം നമുക്ക് വേണം. ഞാൻ സ്പീഡ് കൂട്ടുകയാണ്, 9:40. 13 വൈറ്റമിൻസ് നമുക്ക് മിനിമം വേണം. അതുപോലെ മിനറൽസ് 11 മിനറൽസ് മിനിമം വേണം. നമ്മുടെ വൈറ്റമിൻസും മിനറൽസും അടങ്ങുന്ന പ്രോഡക്റ്റ് നമുക്കുണ്ട്. വൈറ്റമിൻസും മിനറൽസും അടങ്ങുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അതിൻ്റെ അകത്ത് പ്രീബയോട്ടിക് ഉണ്ട്, പ്രോബയോട്ടിക്. എക്സലന്റ് പ്രോഡക്റ്റ്, എക്സലന്റ്. അത് ആ വിലക്കൊക്കെ ആ പ്രോഡക്റ്റ് കിട്ടുന്ന ബ്ലെസ്സിങ് ആണ്. ഇത്രയും നല്ല ബെസ്റ്റ് മോസ്റ്റ് എന്താ ബ്രാൻഡിന് കിട്ടിയ ഇത്രയും വലിയ ബെസ്റ്റ് ഏറ്റവും വലിയ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ബ്രാൻഡിൽ നിന്ന് കിട്ടിയ ഈ പ്രോഡക്റ്റ്, അതിൻ്റെ അകത്ത് വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, പ്രീബയോട്ടിക് ഉണ്ട്, പ്രോബയോട്ടിക്. ഇത് 4 അടങ്ങിയിരിക്കുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. എന്തായാലും പേര് അല്ല, ഒരാൾ മൈക്കൊന്ന് ഓണാക്കി വെക്ക്. വിനോദ് സാറ് മൈക്കൊന്ന് ഓണാക്കി വെക്ക്. എക്സലന്റ് പ്രോഡക്റ്റ് ആണ്, എക്സലന്റ് പ്രോഡക്റ്റ്. അപ്പൊ പ്രോട്ടീനായി, വൈറ്റമിൻസ് ആയി, മിനറൽസ് ആയി, പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും നമുക്ക് സൗജന്യമായിട്ട് കിട്ടും. അടുത്തതാണ് ഈ 3 കാറ്റഗറി ആയിട്ട് നമുക്ക് പിന്നെ വരുന്നതാണ് ഹെൽത്തി ഇൻഡിവിജ്വലിന് വേണ്ടതാണ് ഫാറ്റി ആസിഡ്സ്. ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റി ആസിഡ്സ് നമുക്കറിയാം. ഫാറ്റി ആസിഡ്സിൽ 13ഓളം ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അതിനകത്ത് 3 നമുക്ക് എല്ലാവർക്കും അറിയാം. ALA, DHA ആൻഡ് EPA. ALA ആൽഫ ലിനോലെനിക് ആസിഡ്, DHA ഡോക്കോസ ഹെക്സനോയിക് ആസിഡ്, EPA ഐക്കോസ പെന്റനോയിക് ആസിഡ്. ഈ 3 നമുക്കല്ല. 13 10 ഇപ്പൊ ഞാൻ പറയുന്നില്ല. അത് നമുക്ക് പറയേണ്ട കാര്യമില്ല. കാരണം ഒമേഗ 3 ഫാറ്റി ആസിഡ് ആണ്. ഈ ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫാറ്റി ആസിഡ് ഈ ഒമേഗ 3 വരുമ്പോൾ ഒമേഗ 6 ഉണ്ട്, 9 ഉണ്ടല്ലോ. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറയും. ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ അതിൽ ALA എന്ന് പറഞ്ഞാൽ മിക്കവാറും വെജിറ്റേറിയൻ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്, വെജിറ്റബിളാണ് ഉണ്ടാകുക. EPA യും DHA ഉണ്ടാകുന്ന നോൺ വെജിറ്റേറിയൻ മത്സ്യത്തിലാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ അറ്റ്ലാന്റിക് ക്രിൽ. നമുക്ക് അമേസിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ട്, ക്രിൽ ഓയിൽ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് തന്നെ ഉണ്ട്. ആ അറ്റ്ലാന്റിക് ക്രില്ലിന് എടുക്കുന്ന അമേസിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. അതിൻ്റെ അകത്തുള്ള കണ്ടൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന കണ്ടൻസ് അതിന്റെ വർക്കുമാണ് അത് നമുക്ക് ചെയ്തു തരുന്നത്. ഓക്കെ, അപ്പം ഈ ഫാറ്റി ആസിഡ്സിനെ നമുക്ക് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് ആയിട്ട് നമുക്ക് കാണാം. പിന്നെ അതിനെ ലിപ്പിഡ്സ് ആയിട്ട് കൺവേർട്ട് ആവും. ബോഡി തന്നെ ലിപ്പിഡ്സ് ആക്കി മാറ്റും. ഈ ലിപ്പിഡ്സിനെ പിന്നെ ബോഡി കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ മോണോ സ്റ്റെറൈഡ്, മോണോ ട്രൈഗ്ലിസറൈഡ് നമ്മൾ കേട്ടിട്ടുണ്ടോ അല്ലേ? മോണോ സ്റ്റെറൈഡ്, ഡൈസറൈഡ്, ട്രൈഗ്ലിസറൈഡ്, പിന്നെ കൂടാതെ വരുന്നത് പിന്നെ സ്റ്റെറോൾസ്, ഫോസ്ഫോലിപ്പിഡ്സ്. ഇതൊക്കെ ഈ വരുന്ന ഫാറ്റി ആസിഡ്സിന്റെ വകഭേദങ്ങളാണ്. അത് നമ്മളിപ്പോ ഒരു ബ്ലഡ് ടെസ്റ്റ് നമുക്കൊരു ലാബിൽ പോയി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ TG ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടേഴ്സ് നമുക്ക് അഡ്വൈസ് ചെയ്യും അല്ലെ, നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ നോക്കിയിട്ട്. അത് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത്, അതിന്റെ ട്രൈഗ്ലിസറൈഡിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്. അതിനകത്ത് ALA എന്ന് പറയുന്ന ആൽഫ ലിനോയിക് ആസിഡിന്റെ ഒരു പ്രത്യേകത, ഇത് നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ബോഡി ഇതിനെ EPA DHA ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള എബിലിറ്റി നമ്മുടെ ബോഡിക്കുണ്ട്. പക്ഷെ ഓർക്കുക, അത് റെഗുലർ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ബെനിഫിറ്റ് ഉള്ളൂ. കാരണം 8% ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അതായത് നമ്മൾ 3 നേരവും രാവിലെ ഉച്ചയ്ക്കും രാത്രിയിലും ഭക്ഷണത്തോടൊപ്പം ഈ സപ്ലിമെന്റ് എല്ലാം എടുക്കുന്നത്, പറയുന്ന കൂടുതൽ സപ്ലിമെന്റ് എല്ലാം എടുക്കുന്നത് ഫുഡ് കംപ്ലീറ്റ് ചെയ്ത ഉടൻ തന്നെയാണ്. ഫുഡ് എപ്പോൾ നമ്മൾ കഴിച്ച് കംപ്ലീറ്റ് ചെയ്തു, ഫോർ എക്സാമ്പിൾ നമ്മൾ 8 മണിക്ക് ഒരു 3 ദോശ കഴിക്കാനിരിക്കുന്നു, 8:05 ആകുമ്പോൾ ദോശ കംപ്ലീറ്റ് ചെയ്യുന്നു. സപ്ലിമെന്റെല്ലാം നമ്മൾ എടുത്ത് റെഡിയാക്കി വെക്കുന്നു, പ്രോട്ടീൻ പൗഡറും കലക്കി മിക്സ് ചെയ്ത് വെക്കുന്നു, കോംബയോട്ടിക്സും വൈറ്റമിൻസും മിനറൽസും നമ്മളെല്ലാം കാൽസ്യം എല്ലാം എടുത്തു വെക്കുന്നു. നമുക്ക് വേണ്ട സപ്ലിമെന്റ്സ് എല്ലാം 5, 6, 7, 8 എത്രയെങ്കിലും ആയിക്കോട്ടെ സപ്ലിമെന്റ്സ് എടുത്തു വെക്കുന്നു. നമ്മൾ ദോശ കഴിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നു, ഈ സപ്ലിമെന്റ് കഴിക്കുന്നു, പ്രോട്ടീൻ പൗഡർ കുടിക്കുന്നു, കാൽസ്യം. ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ സപ്ലിമെന്റ് എടുക്കുക. അല്ലെ സപ്ലിമെന്റ് മരുന്നുകളാണെന്ന് തെറ്റിദ്ധരിക്കല്. കിഡ്നിക്കുള്ളിൽ കിഡ്നി സ്റ്റോൺ വന്നിട്ട് കിഡ്നി ഡാമേജ് ആയി ഒറ്റ കിഡ്നി ആയിട്ട് ജീവിക്കുന്ന ഞാൻ 24 വർഷമായി കാൽസ്യം കഴിക്കുന്നത്. കാൽസിഫിക്കേഷൻ ആർട്ടറി ഉണ്ടാവും. ഇപ്പം വരെ ഇനി എന്താ എനിക്കറിയില്ല, ഇപ്പം വരെ എന്റെ ആർട്ടറിക്ക് ഒന്നും കുഴപ്പമില്ല, ഞാൻ ഹെൽത്തിയാണ്. ഒരു കിഡ്നിയേ ഉള്ളൂ, ആ കിഡ്നി 80% പോയതാണ്, അവിടുന്ന് തിരിച്ചു വന്നതാണ്. 24 വർഷം ഞാൻ കാൽസ്യം കഴിക്കുന്നത്. മിക്കവാറും ഞാൻ കഴിക്കുന്നത് രാവിലെ 2 വൈകുന്നേരം 2. ഉച്ചയ്ക്ക് ഞാൻ വീട്ടിലുണ്ടാകാറില്ല. അതുകൊണ്ട് ഇപ്പം വീട്ടിലിരിക്കുമ്പോൾ ഞാൻ 2 വെച്ച് കഴിക്കാറുണ്ട്. അതായത് ഇത് വെറുതെ അല്ല നമ്മൾ ഇത് പറയുന്നത്, വെറുതെ ഇങ്ങനെ കുറെ സപ്ലിമെന്റ് കേട്ടെ കുറെ കാൽസ്യം അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ചെയ്യുന്നത്.
നമ്മളൊരു ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് ഓഫ് പ്രോഡക്ട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ തലശ്ശേരി ഭാഗത്ത്, നമ്മുടെ കണ്ണൂർ ഭാഗത്ത് നമ്മളത് ചെയ്യുന്നുണ്ട്. ഞാനോട് കോൺടാക്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാനത് ഷെയർ ചെയ്യാറുണ്ട്. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ 1 പ്രോട്ടീൻ പൗഡർ ആണ്, 2 മൾട്ടിവൈറ്റവും മൾട്ടി മിനറൽ ആണ്, 3 കാൽസ്യം ആണ്, 4 ഫോളിക് അയൺ, 5 വൈറ്റമിൻ ഡി, 6 ക്രിൽ ഓയിൽ അല്ലെങ്കിൽ ഫ്ലാക്സ് ഓയിൽ. ഈ 6 പ്രോഡക്ട്സ് വെച്ചിട്ട് നമ്മൾ ഫൗണ്ടേഷൻ എന്ന ദയവ് നിങ്ങൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത്, ഇതെല്ലാവരും നിങ്ങളൊന്ന് ഫോളോ ചെയ്തേ. നമ്മുടെ വീടുകൾ തന്നെ ഹെൽത്തി ആയി മാറിയാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ട പ്രോഡക്ട്സ് വാങ്ങാൻ വേണ്ടി മാത്രം ബിസിനസ് ചെയ്യും. ഈ ചെയ്യാണ്ട് നിൽക്കുന്ന ആൾക്കാരെ കാര്യം ഞാൻ പറയുന്നത്. ചെയ്യുന്നവർക്ക് അറിയില്ല, സോറി കേട്ടോ എന്ന് വിചാരിച്ചേക്കില്ല. ഇയാൾ എന്താ അഡ്വൈസ് പറഞ്ഞല്ല, ഞാൻ നെഗറ്റീവ് പറഞ്ഞല്ല. ചെയ്യാതെ മടിച്ച് സപ്ലിമെന്റിനെ പേടിച്ച് നിൽക്കുന്ന ആൾക്കാർ ധൈര്യപൂർവ്വം പോയിട്ട് നാളെ തന്നെ ഈ ഫൗണ്ടേഷൻ 6 പ്രോഡക്റ്റ്, വൈറ്റമിൻ ഡി, ഫ്ലാക്സ് ഓയിൽ, ഒന്നുകൂടെ പറയാം, വൈറ്റമിൻ ഡി രാവിലെ ഏർലി മോർണിംഗ് എണീറ്റ ഉടനെ ഒന്ന് വായൊക്കെ കഴിയിട്ട് നാവ് ഉയർത്തിയിട്ട് നാവിന്റെ അടിയിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്യുക. 10 സെക്കൻഡ് അത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. നാവിന്റെ അടിയിൽ ഹോൾഡ് ചെയ്ത് വെക്കണം. എന്തിനാ? നാവിന്റെ അടിയിൽ വരുന്ന നമ്മുടെ സലൈവറി ഗ്ലാൻഡിൽ നിന്ന് വരുന്ന ഓപ്പണിങ് നമ്മുടെ നാവിന്റെ അടിയിലാണ്. അതിലേക്ക് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അത് സലൈവറി ഗ്ലാൻഡിലേക്ക് ഈ സ്പ്രേ അങ്ങ് പോകും. പോയി കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡിൽ ഇത് നമ്മുടെ ബോഡി അങ്ങോട്ട് അബ്സോർബ് ചെയ്യും. ബോഡിയിലേക്ക് ബ്ലഡ് സ്ട്രീമിലേക്ക് അത് എത്തും. എന്താ അമേസിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ്! എന്തൊരു ഭാഗ്യവന്മാരാണ് ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങളൊക്കെ. ഒന്നും കൂടെ പറയാമോ? ഓക്കെ മാഡം, ഞാൻ എവിടെ മുതലേ പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഏതൊക്കെ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യേണ്ടതെന്നായിരിക്കും സാർ. അതായത് ഏതൊക്കെ പ്രൊഡക്റ്റ് ആണ്? ആണ് പറഞ്ഞ വൈറ്റമിൻ ഡി രാവിലെ ഒന്ന് ഷെയ്ക്ക് ചെയ്യുക. ഏർലി മോർണിംഗ് ഫസ്റ്റ് വൈറ്റമിൻ ഡി എടുക്കണം. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, വൈറ്റമിൻ ഡി നമ്മുടെ രക്തത്തിൽ ഇല്ലെന്നുണ്ടെങ്കിൽ B1, B2, B3, B6, പിന്നെ മഗ്നീഷ്യം, കോപ്പർ, ഇങ്ങനെയുള്ള പല വൈറ്റമിൻസും മിനറൽസും ബോഡി എടുക്കില്ല. കാൽസ്യം എടുക്കില്ല, മഗ്നീഷ്യം എടുക്കില്ല, മാംഗനീസ് എടുക്കില്ല, ഒന്നും ബോഡി സിന്തസൈസ് ചെയ്യൂല. ഡി നമ്മുടെ ബോഡിയിൽ വേണം. ഡി നമ്മുടെ ബോഡിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൂര്യപ്രകാശത്തിന് ഡി കിട്ടുമെന്ന് പറയും അല്ലേ? സൂര്യപ്രകാശം ആക്ച്വലി കിട്ടുകയല്ല. അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ ബോഡിയിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ബോഡി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഡി. 25 OH ഡി എന്ന് പറയും. അത് ലിവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് സപ്പോർട്ട് കിഡ്നി, നമ്മുടെ സ്കിന്ന്, നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം എല്ലാം അതിനെ ബാക്കപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കൂടെ കൂടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. എന്തുകൊണ്ടാണ്? സൺറൈസ് നമ്മുടെ ബോഡിയിൽ, അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ ബോഡിയിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ മരണപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ബോഡി ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഓക്കെ, അപ്പം വൈറ്റമിൻ ഡി ബോഡി എങ്ങനെ ഉണ്ടാക്കും? അപ്പം വൈറ്റമിൻ ഡി എം ഡി സ്റ്റൊമക്ക് എന്ന് പറയാൻ കാരണം, എം ഡി സ്റ്റൊമക്ക് നമ്മൾ സ്റ്റൊമക്കിലേക്ക് ഇത് അയക്കുന്നില്ല. വിഴുങ്ങരുത്. നാവിന്റെ അടി സബ്ലിംഗൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്യണം 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 15 സെക്കൻഡ്. 15 സെക്കൻഡ് വെച്ചാൽ 1, 2, 3, 4, 5 ആയില്ലേ? 10ഓ 15ഓ വരെ എണ്ണുന്നത് വരെ ഒന്ന് ഹോൾഡ് ചെയ്ത് ഇങ്ങനെ വാഴയ്ക്ക് അടച്ചിട്ട് ഉമിനീര് ഇറക്കാണെന്ന് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ഉമിനീര് ഇറക്കുക. അങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ നാവിന്റെ അടിയിൽ നിന്ന് നമ്മുടെ സലൈവറി ഗ്ലാൻഡിലേക്ക് അത് പോവുക. ഇമ്മീഡിയറ്റ് ആയിട്ട് പോകും. പോയി കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ബ്ലഡ് സ്ട്രീമിലേക്ക് പോകും. വിത്തിൻ സെക്കൻഡിൽ അത് നമ്മൾ ബ്ലഡ് സ്ട്രീമിൽ എത്തി. അത് നമ്മുടെ ബോഡിയുടെ എബിലിറ്റിക്ക് അനുസരിച്ച് അതൊരു വേരിയേഷൻ വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ് എങ്ങാണെങ്കിൽ കുറച്ച് വേഗത്തിലാവും. എന്നെ പോലെ വയസ്സാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ലോ ആയിരിക്കും. കാരണം നമ്മളൊക്കെ ശരീരത്തിൽ അവിടെ ഇവിടെ ബ്ലോക്ക് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പം വൈറ്റമിൻ ഡി ആദ്യം എം ഡി സ്റ്റോക്ക് എന്ന് പറയാൻ പാടില്ല. സ്റ്റോക്കിലേക്ക് നമ്മൾ നയിക്കുന്നില്ല. ഇത് ഓറൽ സ്പ്രേ അല്ല, സബ്ലിംഗൽ സ്പ്രേ ആണ്. ഓറൽ സ്പ്രേ എന്ന് പറഞ്ഞാൽ നാവിന്റെ മുകളിലും, സബ്ലിംഗൽ സ്പ്രേ എന്ന് പറഞ്ഞാൽ നാവിന്റെ അടിയിലും. മറന്നു പോകരുത്. അതായത് മുമ്പ് നമുക്കൊരു മെലാറ്റോണിൻ എന്ന് പറഞ്ഞ ഓറൽ സ്പ്രേ ആയിരുന്നു. അത് നാവിന്റെ വാദം അടിക്കുന്ന, അത് സബ്ലിംഗൽ സ്പ്രേ അല്ല. ഇത് സബ്ലിംഗൽ സ്പ്രേ, നാവ് ഉയർത്തിയിട്ട് നാവിന്റെ അടിയിലേക്ക്. അപ്പൊ സബ്ലിംഗൽ സ്പ്രേ ആയിട്ട് കൊടുത്ത് 10-15 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിന്നെ നമുക്ക് അപ്പോഴത്തേക്ക് ബോഡി എടുക്കും. പിന്നെ നമുക്ക് ഉമിനീര് ഇറക്കാം. അതിനുശേഷം നമ്മൾ പ്രാഥമിക കർമ്മങ്ങളിലൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് അതിന് ശേഷം നമുക്ക് വെള്ളം കുടിക്കുകയോ, അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ആദ്യം കുറച്ചൊരു 1-2 ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചായ ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ട് സപ്ലിമെന്റ്, ഈ വൈറ്റമിൻ ഡി എടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് സപ്ലിമെന്റ് എടുക്കുക. ചായ ഒക്കെ കുടിക്കുക. എന്നിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഈ ആഡ് ചെയ്യുക. ഈ സപ്ലിമെന്റ് ആഡ് ചെയ്യുക. സപ്ലിമെന്റ് അകത്ത് പ്രത്യേകം പറഞ്ഞു, ഞാൻ omega-3 ഫാറ്റി ആസിഡ് വരെ പറഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ omega-3, വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻ, ഈ 4 മേജർ കണ്ടൻസ് ആണ്. പിന്നെ കാർബോഹൈഡ്രേറ്റും വാട്ടറും ഒക്കെ നമുക്ക് വേണ്ടതാണ്. അതിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ് സപ്ലിമെന്റ് ചെയ്യേണ്ട, വെള്ളം നമുക്ക് ദാഹിക്കുമ്പോൾ നമ്മൾ കുടിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഓർക്കേണ്ട കാര്യം, നമ്മളെ ഫൗണ്ടേഷൻ പ്രോഡക്ട്സ് എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പൊ മനോജ് സാർ അത് സ്ക്രീനിലൊന്ന് കാണിച്ചിരുന്നു.
പ്രോട്ടീൻ നമ്പർ 1. എല്ലാവരും ഇത് രോഗിക്കല്ല, രോഗികൾക്ക് വേണ്ടിയേ അല്ല. സ്പിരുലിന, ഫോളിക്കേൻ, കാൽസ്യം, ക്രില്ല്, സബ്ലിംഗൽ സ്പ്രേ. ഓക്കെ, സ്പിരുലിന ആണെങ്കിൽ സ്പിരുലിനേക്കാളും ബെറ്റർ ആയിട്ട് നമുക്ക് ബെനിഫിറ്റ് കുറച്ചുകൂടെ കൂടുതൽ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞ കോംബയോട്ടിക്സ്. കോംബയോട്ടിക്സ് 30 എണ്ണേ ഉള്ളൂ, 30 ദിവസത്തേക്കേ ഉള്ളൂ. ദിവസം 1 രാവിലെ കഴിക്കുക, പിന്നെ 30 ദിവസത്തേക്കേ അതേ ഉള്ളൂ. സ്പിരുലിന ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു 6 തവണ ഉണ്ടെന്നു അല്ലേ? ആരെങ്കിലും ഒന്ന് മൈക്കോണാക്കിയിട്ട് ഒന്ന് പ്രതികരിക്കണേ. 4-5 മാസമായിട്ട് ഒന്ന് സൈഡായി വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ചില ക്വാണ്ടിറ്റി ഒന്നും വലിയ ക്രില്ല് ഓയിൽ, ഫ്ലാക്സ് ഓയിൽ, വൈറ്റമിൻ ഡി, കോംബയോട്ടിക്, ഫോളിക്, സൂപ്പർ അതന്നെ. യെസ്, എല്ലാവരും ഇതൊന്ന് ഫോളോ ചെയ്യാൻ നോക്കാം. എന്നിട്ട് നമുക്ക് രണ്ടാമത് പ്രോട്ടീൻ പൗഡർ അത് തന്നെ അങ്ങനെ തന്നെ പോവാം. കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോട്ടീൻ പൗഡർ ആണെങ്കിൽ ഇൻവിഗോ പ്രോട്ടീൻ പൗഡർ റെക്കമെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഞാൻ ബേസിക് ആയിട്ടുള്ള, നമ്മളിത് രോഗത്തിന് വേണ്ടിയല്ല, ബേസിക് ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ കഴിക്കേണ്ട രീതിയിൽ കഴിക്കുകയാണെങ്കിൽ അവർ നാളെ രോഗിയായി മാറാറില്ല. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ ഫൗണ്ടേഷൻ എടുത്തുകൊണ്ട് വേണം അതിൻ്റെ കൂടെ നമ്മുടെ സ്പെഷ്യൽ പ്രോഡക്റ്റ് കൊടുക്കാൻ. ഗോട്ട് ഇറ്റ്? ഞാനിത് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഫൗണ്ടേഷൻ പ്രോഡക്റ്റ്, അതായത് പ്രോട്ടീൻ വേണം, വൈറ്റമിൻസ് വേണം, മിനറൽസ് വേണം, omega-3 ഫാറ്റി ആസിഡ് വേണം. ഇതെല്ലാം എടുത്തുകൊണ്ട് വേണം നമ്മുടെ സ്പെഷ്യൽ പ്രോഡക്റ്റ്. അതുകൊണ്ടുള്ള കാര്യം എന്താ? നമ്മൾ വണ്ടിയുടെ ടയറിന്റെ കാറ്റ് പോകുന്ന കാര്യം നേരത്തെ പറഞ്ഞില്ലേ? വണ്ടിയുടെ ടയറിന്റെ കാറ്റ് പോയി, ഫുൾ കണ്ടീഷനായ വണ്ടിയുടെ ടയറിന്റെ കാറ്റ് പോയി. ആ ടയർ നമ്മൾ കാറ്റ് എയർ ഫില്ല് ചെയ്ത് വണ്ടിയുടെ ടയർ അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി 100% പക്കേ. നമ്മൾ അങ്ങനെയല്ല. ഒരു മുട്ടുവേദന വന്ന ഒരാൾക്ക് അയാളുടെ 360 ജോയിന്റ് ഡാമേജ് ആയിരിക്കും. ആ ബോഡിയിലുള്ള കംപ്ലീറ്റ് ബോൺ ഡെൻസിറ്റി താഴെ ആയിരിക്കും. അയാളുടെ ശരീരത്തിന്റെ ആ മനുഷ്യനാണോ, ആ സ്ത്രീയാണോ, പുരുഷനാണോ, ആരാണോ, അവരുടെ ശരീരത്തിന്റെ എല്ലാ ഹെൽത്ത് സ്റ്റാറ്റസും താഴെ ആയിരിക്കും. വളരെ പ്രശ്നം ഉണ്ടായി നിൽക്കുന്ന, അവർക്ക് പൈൽസ് ഉണ്ടാവും, ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവും, നെക്കിന് പ്രശ്നം ഉണ്ടാവും, അവർക്ക് കോൺസ്റ്റിപ്പേഷൻ, ഗ്യാസ്, പിന്നെ ഇറിറ്റേഷൻ, മൂഡ് സ്വിങ്, ഹാർട്ടിന് ബ്ലോക്ക് എന്ന് വേണ്ട ഒരു 10-30 രോഗമുള്ള ഒരാൾക്കാണ് നിങ്ങൾ ഈ മുട്ടിന് ജോയിന്റ് ഹെൽത്തിനുള്ള പ്രോഡക്റ്റ് കൊടുക്കുന്നത്. തീർച്ചയായും അതിന് ഒരു റിസൾട്ട് കാണിക്കും. ഒരു 1-2-3 മാസം കഴിച്ചു കഴിഞ്ഞാൽ ഒരു റിസൾട്ട് തന്നെ കഴിയും. താങ്ക് യു സാർ, താങ്ക് യു. ശരി, ഞാൻ വൈൻഡപ്പ് ചെയ്യാം. അപ്പം 1-2 മാസം അത് കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും റിസൾട്ട് ഉണ്ടാവും. ആ റിസൾട്ട് നമ്മൾ ഹാപ്പി ആയിരിക്കും. അവർ നമ്മളുടെ അഭിപ്രായം പറയും, നല്ല റിസൾട്ട് ആയിരുന്നു കേട്ടോ സാമുൽ സാറെ. ആണോ? വളരെ വളരെ സന്തോഷം. ആയിക്കോട്ടെ, നമ്മൾ കൈ കൊടുത്ത് പിരിയും. പക്ഷേ 3-5-6 മാസം കഴിയുമ്പോൾ അതേ വ്യക്തി നമുക്കെതിരായിട്ട് സംസാരിക്കുന്നുണ്ടാവും, ഈ ബ്രാൻഡിനെതിരെ സംസാരിക്കുന്നുണ്ടാവും, ഈ പിന്നെ കൺസെപ്റ്റിനെതിരെ സംസാരിക്കുന്നുണ്ടാവും. സാമുവൽ ഒരു പ്രോഡക്റ്റ് തന്നപ്പോ അത് കഴിച്ചിട്ട് എന്റെ കാശും പോയി, അന്നൊക്കെ കുറച്ച് സുഖം ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് പ്രശ്നം? ആക്ച്വലി അയാളുടെ ശരീരത്തിലുള്ള പ്രോബ്ലം, ബേസിക് പ്രോബ്ലം നമ്മൾ പരിഹരിച്ചില്ല. നമ്മളെങ്ങോട്ടാ നോക്കിയേ? അയാളുടെ ഹെൽത്തിലേക്കോ അയാളുടെ ജീവിതത്തിലേക്കല്ല നോക്കാം, നമ്മൾ നോക്കിയാൽ അയാളുടെ പോക്കറ്റിലേക്കാണ്. അവിടെയാണ് പ്രശ്നം ഉണ്ടായത്. നമ്മൾ അവരുടെ പോക്കറ്റിലേക്കും നമ്മുടെ PV-യിലേക്കും നോക്കരുത്. നിങ്ങൾക്ക് വേണോ, നിങ്ങൾ ഹെൽത്തി ലൈഫ് വേണോ, തുറന്ന് സംസാരിക്കുക, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ബോധ്യപ്പെടുത്തി കൊടുക്കുക. ചെയ്യാൻ സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യും. ഞാൻ ബാക്കപ്പ് ചെയ്യാൻ ഓൾവേസ് ഐ എം ഹിയർ. അല്ലെങ്കിൽ എൻ്റെ ഓർഗനൈസേഷൻ ഇവിടെ ഉണ്ട്, വിന്നിംഗ് ടീം, വലിയൊരു ഓർഗനൈസേഷൻ ഉണ്ട്, ബെസ്റ്റ് എന്നുള്ള ഒരു യുണീക്ക് ബ്രാൻഡ് ഉണ്ട് ഇവിടെ. അവരൊക്കെ നിങ്ങളെ ബാക്കപ്പ് ചെയ്യും. ഞാനില്ലെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങളെ ബാക്കപ്പ് ചെയ്യാൻ ആളുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ ഇത് ഫോളോ ചെയ്യും. ഞാൻ പറയുന്ന പോലെ ചെയ്യും, എന്താ ചെയ്യുക. അല്ലെങ്കിൽ പൈസ ഇല്ലേ, പൈസ ആക്കിയിട്ട് പോയി എന്നെ വിളിക്കുന്നു പറഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു. ഇത്ര നേരം എന്നെ കേട്ടതിന്. ഞാൻ പ്രോഡക്റ്റിലേക്ക് ഒന്നും പോയിട്ടില്ല. ബാക്കി പിന്നെ എപ്പോഴെങ്കിലും എനിക്ക് അവസരം തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. എപ്പോഴെങ്കിലും സൗകര്യം പോലെ പ്ലാൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഗ്രേറ്റ് ലീഡേഴ്സിനൊക്കെ നന്ദി പറയുന്നു. ഓക്കെ, എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്, എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാമുൽ സാർ. വളരെ വണ്ടർഫുൾ ആയിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം അത്രയും എക്സലന്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും അദ്ദേഹത്തിന്റെ ജീവിത അനുഭവത്തിലൂടെ നമുക്ക് തന്നിട്ടുള്ളത്. എല്ലാവരും ചാറ്റ് ബോക്സ് ഉപയോഗിക്കുക, അദ്ദേഹത്തിനുള്ള നന്ദി രേഖപ്പെടുത്തുക. കാരണം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ഫൗണ്ടേഷൻ കഴിക്കുന്നതിലൂടെ ലാസ്റ്റ് ഭാഗത്താണ് നമ്മൾക്ക് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ആ ലൈഫ് വന്ന വഴി അത്രമാത്രം പറഞ്ഞാൽ തന്നെ നമുക്ക് സപ്ലിമെന്റിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും നാളെ തന്നെ അല്ലെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ സപ്ലിമെന്റ് സ്റ്റാർട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ഹെൽത്ത് ഉണ്ടാവുള്ളൂ. നമ്മുടെ സമൂഹത്തിന് അത് പറഞ്ഞു കൊടുത്ത് നമ്മുടെ സൊസൈറ്റിയെ ഹെൽത്തി സൊസൈറ്റി ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും പ്രതിബദ്ധത ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഇത് ഉപയോഗിക്കുക. ഒരിക്കൽ കൂടി സാമുൽ സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എനിക്ക് ഒരു അവസരം തന്ന എൻ്റെ ലീഡർഷിപ്പിനോടും അതുപോലെ തന്നെ വിന്നിംഗ് ടീമിന്റെ എല്ലാ
ലീഡേഴ്സിനോടും നന്ദി പറഞ്ഞുകൊണ്ട്, സ്പെഷ്യലി ഷാജി മീറ്റിൽ സാറിനോടും മനോജ് പാറയിൽ സാറിനോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു, വിഷ് യു വെൽത്ത് ആൻഡ് ഗുഡ് നൈറ്റ്.